ലൂക്കോസ് 8:25 യേശു ചോദിച്ചു, വേർ ഈസ് യുവർ ഫെയ്ത്ത്? നിങ്ങളുടെ വിശ്വാസം എവിടെ? കർത്താവ് ചോദിച്ചില്ല നിങ്ങളുടെ പ്രാർത്ഥന ജീവിതം എവിടെയായിരിക്കുന്നു, നിങ്ങളിലുള്ള കൃപ എവിടെയായിരിക്കുന്നു, ഇതൊന്നും അല്ല ചോദിച്ചത്. വേർ ഈസ് യുവർ ഫെയ്ത്ത്? നിങ്ങളുടെ വിശ്വാസം എവിടെ? രണ്ട് രീതിയിലുള്ള വിശ്വാസം. ഒന്നാമത്തെ വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിലുള്ള വിശ്വാസമാണ്. എല്ലാവർക്കും ദൈവത്തിൽ വിശ്വാസമുണ്ട്. ഓൾറൈറ്റ്. രണ്ടാമത്തെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വിശ്വാസമാണ്. ഓക്കെ, ഒന്ന് ദൈവത്തിലുള്ള വിശ്വാസം, രണ്ടാമത്തെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വിശ്വാസം. സോ ദൈവത്തിൻ്റെ വിശ്വാസമാണ് ബൈബിൾ ഫെയ്ത്ത്. അപ്പോൾ നമ്മൾ ഇതിനെ 3 കാര്യങ്ങൾ ഞാൻ പറയാം, അപ്പോൾ മനസ്സിലാവും. ഒന്ന്, പിതാവായ ദൈവം കൃപയാണ്, പുത്രനായ ദൈവം വിശ്വാസമാണ്, പരിശുദ്ധാത്മാവാകുന്ന ദൈവം പ്രവൃത്തിയാണ്. സോ ഫാദർ, സൺ, ഹോളി സ്പിരിറ്റ്. ഫാദർ ഈസ് ഫുൾ ഓഫ് ഗ്രേസ്, ജീസസ് ഫുൾ ഓഫ് ഫെയ്ത്ത്, ഹോളി സ്പിരിറ്റ് ഫുൾ ഓഫ് വർക്ക്. അപ്പോൾ നമ്മൾ കണ്ടത് പിതാവായ ദൈവം തൻ്റെ കൃപയാൽ നമ്മളെ തൻ്റെ പുത്രനിൽ കൂടെ നമ്മളെ രക്ഷിച്ചു. പരിശുദ്ധാത്മാവ് തൻ്റെ പ്രവൃത്തിയിൽ കൂടെ ലോകത്തിൽ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. സോ ഫെയ്ത്ത് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഫെയ്ത്ത്. സോ ദൈവത്തിലുള്ള വിശ്വാസവും ദൈവത്തിൻ്റെ വിശ്വാസവും. നിങ്ങൾക്ക് എൻ്റെ കൂടെ ചേർന്ന് പറയാൻ കഴിയുമെങ്കിൽ ഒന്ന് ചേർന്ന് പറയാൻ കഴിയുമോ? ദൈവത്തിലുള്ള വിശ്വാസവും ദൈവത്തിൻ്റെ വിശ്വാസവും. Amen. Actually, this is a spiritual journey. I want you to come with me, everybody. One more, ഒരു പ്രാവശ്യം കൂടെ ഞാൻ പറയുന്നു, എല്ലാവരും നിങ്ങളുടെ ക്യാമറകളെല്ലാം ഓൺ ചെയ്ത് നിങ്ങൾ അദൃശ്യരായിരിക്കാതെ നിങ്ങൾ സ്ക്രീനിലേക്ക് വരിക. സോ ദാറ്റ് ഗോഡ് ക്യാൻ സ്പീക്ക് ടു യു ഫേസ് ടു ഫേസ്. Amen. Now, ലൂക്കോസ് 8:25 നമ്മൾ ചോദ്യത്തെ ഒന്നിലേക്ക് വരികയാണ്. Where is your faith? നിങ്ങളുടെ വിശ്വാസം. അപ്പോൾ പലപ്പോഴും നമ്മൾ പറയും എനിക്ക് വിശ്വാസമുണ്ട്, ദൈവത്തിൻ്റെ വിശ്വാസത്തിലാണ് ഞാൻ പോകുന്നത്. അല്ല, പലപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ വിശ്വാസത്തിൽ പോകാത്തത് കൊണ്ട് ദൈവത്തിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടാറില്ല. അപ്പോൾ പലപ്പോഴും നമുക്ക് സംശയങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അങ്ങ് സ്കിപ്പ് ചെയ്യും. ഇങ്ങനെയൊക്കെ ആയിരിക്കും വിശ്വാസ ജീവിതം. അങ്ങനെയല്ല. അതുകൊണ്ടാണ് ബൈബിളിൽ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട ഒരു അപ്പോസ്തലൻ യോഹന്നാൻ അപ്പോസ്തലൻ. യോഹന്നാൻ അപ്പോസ്തലനെ നമ്മൾ കാണുമ്പോൾ എല്ലാ ശിഷ്യന്മാരും അവരെല്ലാം രക്തസാക്ഷികളായിട്ട് മരിച്ചപ്പോൾ ഒരൊറ്റ അഭിഷിക്തൻ മാത്രം പൂർണ്ണ വാർദ്ധക്യത്തിൽ മരിച്ചു. അപ്പം നമ്മൾ പറയും രക്തസാക്ഷിയാകുന്നത് നല്ലതാണ്, അത് ഒത്തിരി പ്രതിഫലമുള്ളതാണ്. പക്ഷെ ജീവിക്കുക എന്ന് പറയുന്നത് അതിനെക്കാട്ടി വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരാൾക്ക് യേശുക്രിസ്തു വരുമ്പോൾ പെട്ടെന്ന് വിശ്വസിച്ച് മരിച്ചു പോകാൻ വളരെ എളുപ്പമാണ്. ബട്ട് ഇഫ് യു ക്യാൻ ലീവ് ഫോർ 100 years or 80 years, 50 years, ദാറ്റ് ഈസ് എ ഗ്രേറ്റ് ലൈഫ്. അതൊരു വലിയ ജീവിതമാണ്. ആമേൻ. ജീവിക്കുന്ന രക്തസാക്ഷിയ എന്ന് പറയുന്ന വലിയ കാര്യമാണ്. അപ്പം യോഹന്നാൻ അപ്പോസ്തലൻ മാത്രമേ പൂർണ്ണ വാർദ്ധക്യത്തിൽ മരിച്ചുള്ളൂ. നമ്മൾ അതിനെ ഒന്ന് ശരിക്ക് ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കണം. അദ്ദേഹം എന്താ പറയുന്നത് അറിയാമോ? ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. ആമേൻ. അപ്പൊ വിശ്വസിക്കുന്ന, അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കുകൾ എപ്പോഴും അദ്ദേഹം പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചോണം. തന്നെയല്ല, അദ്ദേഹത്തിന്റെ ഓരോ ലേഖനങ്ങൾ നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്ന ഫുൾ ഓഫ് ഫെയ്ത്ത് ആണ്, വിശ്വാസമാണ്. സ്വർഗം പോലും അദ്ദേഹത്തിന് മുമ്പിൽ തുറന്നു വരിക. അപ്പോൾ ഭയങ്കര ഒരു എക്സാമ്പിളാണ് യോഹന്നാൻ അപ്പോസ്തലൻ. അവസാനം ഈ മറ്റുള്ള എല്ലാ ശിഷ്യന്മാരും അവർ രക്തസാക്ഷികളായി മരിക്കുമ്പോൾ യോഹന്നാൻ അപ്പോസ്തലനെ എത്ര അവർക്ക് കൊല്ലുവാൻ നോക്കിയിട്ടും കൊല്ലാൻ പറ്റത്തില്ല. അവർ നശിപ്പിക്കാൻ നോക്കിയിട്ട് നശിപ്പിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് ഹി വാസ് ക്യാരിങ് എ സ്പെഷ്യൽ അനോയിന്റിങ്. അദ്ദേഹം ഒരു ഫെയ്ത്ത് സർക്കിളിൽ നടക്കുന്ന ആളാണ്. ആമേൻ. അദ്ദേഹം ഇങ്ങനെ പ്രവചിച്ചുകൊണ്ടാണ് നടക്കുന്നത്. വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ അഹെഡ്, എനിക്ക് എന്ത് സംഭവിക്കാൻ പോകുന്നെന്ന് അദ്ദേഹം ഇങ്ങനെ പ്രവചിച്ചുകൊണ്ടാണ് നടക്കുന്നത്. സോ നമ്മൾ അതിലേക്ക് വരുന്നുണ്ട്. ഇന്ന് സമയമുണ്ടെങ്കിൽ ഞാൻ ആ ഏരിയകളെ കുറിച്ച് പറയാം. എങ്കിലും ഈ രാത്രി നമ്മൾ ഫെയ്ത്തിനെ കുറിച്ച് മാത്രം ഞാനങ്ങ് പറയുകയാണ്. ഫെയ്ത്തിനെ നമുക്ക് അറിയണമെങ്കിൽ ഗ്രേസിനെ കൂടെ പരിചയപ്പെടണം. എങ്കിലേ ഗ്രേസും ഫെയ്ത്തും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് അറിയത്തുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഒരാളോട് ചോദിക്കുകയാണ്, ബ്രദർ എങ്ങനെയുണ്ട്? പെട്ടെന്ന് അവർ പറയും കൃപയാൽ സന്തോഷമായിരിക്കും. എന്നാൽ ഞാനത് പറയുമ്പോൾ നിങ്ങൾക്ക് ഇന്ന് ചിലർക്ക് എന്നോട് പിണക്കം തോന്നും. പിണക്കം തോന്നിയാലും കുഴപ്പമില്ല, ഞാനതൊരു കറക്റ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ ആരാ കറക്റ്റ് ചെയ്യുന്നത്? സോ നിങ്ങൾ ആദ്യം പറയുന്നത് എന്തായിരിക്കും? കൃപയാൽ സന്തോഷമായിരിക്കും. അതൊരു എന്താ പറയുന്നത്, റിലീജിയസ് ഒരു വാക്കാണ് അല്ലേ? എല്ലാവരും എങ്ങനെയാണ് പറയുന്നത്? കർത്താവിൻ്റെ കൃപയിലെല്ലാം സന്തോഷമായിട്ട് പോകുന്നത്. അത് റിലീജിയസ് ടൈമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ ആ കൃപയെക്കുറിച്ച് പറയുമ്പോൾ, ഞാൻ ഇനിയും പറയുമ്പോൾ നിങ്ങൾ കൃപ പറയണമെന്ന് നിങ്ങൾ ചിന്തിച്ചോണം. ഓക്കെ, നിങ്ങൾ ചിന്തിച്ചോണേ. ഒന്ന്, ഈ കൃപ എന്ന് പറയുന്നത്, ഉദാഹരണം പറയാം, കുഞ്ഞുങ്ങളുടെ ലെവലിലുള്ളവർക്കാണ് കൃപ. എന്നാൽ
വിശ്വാസത്തിൽ അല്ലെങ്കിൽ കർത്താവ് ആഗ്രഹിക്കുന്ന മെച്യൂർ ലൈഫ് നയിക്കുന്നവർക്ക് വേണ്ടത് ദൈവത്തിൻ്റെ വിശ്വാസമാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം, ദൈവത്തിലുള്ള വിശ്വാസവും ദൈവത്തിൻ്റെ വിശ്വാസവും രണ്ടാണ്. ദൈവത്തിൽ എല്ലാവർക്കും വിശ്വാസമുണ്ട്. ദൈവത്തിൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ ദൈവം, റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ നിങ്ങൾ വായിക്കുമ്പോൾ 3-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ പറയുന്നുണ്ട്, ദൈവം അവനവന് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ. God has given you a measure of faith when you got saved. നിങ്ങൾ രക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ ഒരു ക്വാളിറ്റി, ഫെയ്ത്തിനെ നമ്മുടെ ഉള്ളിലിട്ടു. അതാണ് ദൈവത്തിൻ്റെ ഫെയ്ത്ത്. ആ ഫെയ്ത്ത് നമുക്ക് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് വെച്ചാൽ അത് ദൈവത്തിൻ്റെ വാക്കുകളാണ്. കർത്താവ് യേശുക്രിസ്തു പറഞ്ഞ വാക്കിൽ കൂടി, അതാ പറഞ്ഞ ഫെയ്ത്ത് കംസ് ബൈ ഹിയറിംഗ് ആൻഡ് ഹിയറിംഗ് ബൈ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്തിൽ കൂടെയുള്ള ഇൻഫോർമേഷൻ വന്നുകൊണ്ടിരിക്കും തോറും ആ ഫെയ്ത്ത് നമ്മളിൽ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവരിലും ഫെയ്ത്ത് ഒരുപോലെ അല്ല. ചിലർ കുറച്ച് വിശ്വാസത്തിൻ്റെ ചെറിയ ലെവലേ കാണത്തുള്ളൂ. അതുകൊണ്ടാണ് വലിയ കാര്യങ്ങളൊക്കെ നടക്കാത്തത്. വലിയ കാര്യങ്ങൾ നടക്കണമെങ്കിൽ നമ്മുടെ വിശ്വാസം വളരണം. വിശ്വാസം വളർന്നാൽ, അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, വിശ്വസിക്കുന്നവന് സകലതും സാധ്യം. ഓൾ തിങ്സ് ആർ പോസിബിൾ ഫോർ ദോസ് ഹു ബിലീവ്. അപ്പം നമ്മൾ വിശ്വസിക്കണമെങ്കിൽ നമ്മുടെ വിശ്വാസം വലുതാകണം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് അല്പവിശ്വാസിയെ. ദാറ്റ് മീൻസ് യു ഓഫ് ലിറ്റിൽ ഫെയ്ത്ത്. പിന്നെ ഈ ഫെയ്ത്തിൻ്റെ ഒരുപാട് ലെവലുണ്ട്. നമുക്കിന്ന് അതിലേക്കൊന്നും പോകാൻ പറ്റത്തില്ല. പക്ഷേ ഇന്ന് രാത്രി നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോവുകയാണ്. സോ ദിസ് വിൽ ചേഞ്ച് യുവർ ലൈഫ് ഫോർ എവർ. ആമേൻ. ഒരു ഹല്ലേലൂയ പറയുമോ? ഓക്കെ. അപ്പം കൃപയെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് കൃപ. കൃപയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഗ്രേസ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് അവർ ക്രിസ്ത്യൻ ലൈഫ്. കൃപയില്ലാതെ നമുക്കൊരു ജീവിതമില്ല. ഒരു വീടിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്? അതിന് അടിസ്ഥാനമാണ് ആ വീടിനെ താങ്ങുന്നത്. അതുപോലെയാണ് കൃപയാണ് നമ്മളെ താങ്ങുന്നത്. ദൈവം എല്ലാവർക്കും കൃപ കൊടുത്തിട്ടുണ്ട്. ആമേൻ. എല്ലാം ശരിക്കും പറഞ്ഞാൽ ഒരു ക്രിമിനലിനും കൃപയുണ്ട്. ഒരു തെറ്റായി ജീവിക്കുന്ന ഒരു മനുഷ്യന് വരെയും കൃപയുണ്ട്. അവൻ കൃപയില്ലായിരുന്നെങ്കിൽ അവൻ ഈ ലോകത്ത് ജീവിക്കത്തില്ലായിരുന്നു. സോ ദൈവത്തിൻ്റെ ദ ഗ്രേസ് ഓഫ് ഗാഡ് ഫോർ ഓൾ മെൻ, ടൈറ്റസിൻ്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് ദ ഗ്രേസ് ഓഫ് ഗാഡ് ഫോർ ഓൾ മെൻ, എല്ലാവർക്കും ഉള്ളതാണ് കൃപ. എന്നാൽ വിശ്വാസം എന്ന് പറയുന്നത് അത് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വളരാൻ ആഗ്രഹിക്കുന്നവർക്കുള്ളതാണ് വിശ്വാസം എന്ന് പറയുന്നത്. അപ്പം ഗ്രേസ് നമുക്ക് എല്ലാം തരത്തില്ല. ഗ്രേസിന് ഒരു പരിമിതിയുണ്ട്. ഉദാഹരണം പറയാം. നമ്മൾ ഗ്രേസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, നമ്മളെ രക്ഷിച്ചത് കൃപയാലാണ്. ആ കൃപ നമ്മളെ രക്ഷിച്ചു. ശരിക്കും ഈ കൃപയുടെ പ്രവൃത്തി നമ്മൾ കാണുന്നത് ഉയർപ്പ് വരെയാണ്. ഉയർപ്പ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് കൃപയല്ല, ശരിക്കും പറഞ്ഞാൽ വിശ്വാസമാണ്. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. ഇവിടെയാണ് പിശാച് പലരെയും തോപ്പിച്ചിട്ടിരിക്കുന്നത്. അവരിന്നും കൃപയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പേടിച്ചിരിക്കുകയാണ്. പക്ഷെ വിശ്വാസത്തിൽ ഇറങ്ങുന്നവനെ ലോകത്തിന് പേടിയാണ്, പിശാചിന് പേടിയാണ്. വിശ്വാസത്തിൽ ജീവിക്കുന്നവനെ ശത്രുവിന് ഭയങ്കര ഭയമാണ്. നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ അവന് പേടിയാണ്. അപ്പം ഞാൻ അതൊന്ന് പറയാം. അപ്പം കൃപ, ഉദാഹരണം ഫോർ എക്സാമ്പിൾ, ഇസ്രായേൽ മക്കൾ അവർ മരുഭൂമിയിലായിരിക്കുന്നു. വെൻ ദേ ആർ ഇൻ ദ വിൽഡർനെസ്, എല്ലാ ദിവസവും രാവിലെ അവർക്ക് ഭക്ഷണം കിട്ടുന്നുണ്ട്, മന്ന കിട്ടുന്നുണ്ട്. ഇതാണ് കൃപ. എല്ലാ ദിവസവും അവർക്ക് ആവശ്യമുള്ളതെല്ലാം കിട്ടുന്നുണ്ട്. അപ്പം ദൈവത്തിൻ്റെ കൃപ നമുക്ക് ആവശ്യമുള്ളതെല്ലാം തരും. ഓക്കെ. ദൈവത്തിൻ്റെ കൃപയാൽ രാവിലെ ഈ മന്ന കിട്ടാൻ വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നൊന്നുമില്ല, അവർ ഉപവസിക്കുന്നൊന്നുമില്ല, അവർ വർഷിപ്പ് ചെയ്യുന്നൊന്നുമില്ല. എല്ലാ ദിവസവും രാവിലെ ആ മന്ന അവിടെ ഉണ്ട്. മന്ന അവർക്ക് എല്ലാ ദിവസവും കിട്ടുന്നുണ്ട്. ഫോർ 40 years ദേ ഗോട്ട് മന്ന. പക്ഷേ 40 വർഷത്തിന് ശേഷം നമ്മൾ നോക്കണം, അവരെപ്പോൾ പ്രോമിസ് ലാൻഡിൽ കാലുവെച്ചോ മന്ന തീർന്നുപോയി. എന്ന് പറഞ്ഞാൽ അവരോട് പിന്നെ പറയുന്നത് എന്താണെന്നറിയോ? ദൈവം പറയുന്നു, ഇനി നിങ്ങൾക്ക് കൃപയല്ല, ഇനിയും വിശ്വാസത്താൽ വെട്ടിപ്പിടിച്ചോണം, കൃഷി ചെയ്തോണം, ഉണ്ടാക്കിക്കോണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മേടിച്ചോണം, ഇഷ്ടമുള്ള വീട് വെച്ചോണം, ഇഷ്ടമുള്ളിടത്ത് താമസിച്ചോണം, ഇഷ്ടമുള്ളത് ജീവിച്ചോണം. വിശ്വസിക്കുന്നവന് സകലതും സാധ്യം. ഓക്കെ. ഗ്രേസ് അവർക്കുണ്ടായിരുന്ന എവിടെ വരെയാണ്? അവർക്കുണ്ടായിരുന്നത് മരുഭൂമിയിൽ എല്ലാ ദിവസവും അവർ ചോദിക്കാതെ കൊടുത്തു. ഒരപ്പനും അമ്മയ്ക്കും, ഞാൻ ഉദാഹരണം എടുക്കാം, കൃപ എന്ന് പറയുന്നത് ഒരു അമ്മയെ പോലെയാണ്. നമ്മളൊരു 18 വയസ്സ് വരെ 20 വയസ്സ് വരെ നിങ്ങളൊന്നും ചോദിക്കണ്ട. നിങ്ങളുടെ സ്കൂളിൽ പോകേണ്ട ബുക്സ്, ബാഗ്, ഷൂ, ഡ്രസ്സ് ഇതെല്ലാം പപ്പായും മമ്മിയും തരും. പക്ഷെ 25 കഴിഞ്ഞിട്ട് അവർ പതുക്കെ ഇതെല്ലാം നിർത്തും. കാരണം അവർ പറയുന്നതറിയാം, ഇനി ഞാൻ കൊടുത്തുകൊണ്ടിരുന്നാൽ ഇവൻ മടിയനായി പോകും, ഇവൻ ചെയ്യത്തില്ല. അതുകൊണ്ട് കൃപ നമുക്ക് തരുന്നത് ഇനിഷ്യൽ സ്റ്റേജിൽ മാത്രമാണ്. നിങ്ങൾ കർത്താവിന് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വിശ്വാസത്തിൽ വളരുക. എല്ലാവരും ചേർന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ വളരുക. ഓ ഹല്ലേലൂയ.
ആമേൻ. അപ്പോൾ നിങ്ങൾ കണ്ട കൃപ എവിടെ വരെ കിട്ടിയെന്നുള്ളത്. ആമേൻ. അതുകൊണ്ട് കൃപ എന്ന് പറയുമ്പോൾ ഓർത്തോണം, നമ്മൾ എവിടെയാണ്? ചൈൽഡിഷാണ്, ബേബി സ്റ്റഫാണ്. എന്നാൽ കൃപ, നമുക്ക് ദൈവം കൃപയില്ലാതെ ഒന്നുമില്ല. തെറ്റിദ്ധരിക്കരുത്, കൃപയില്ലാതെ ഒന്നുമില്ല. കൃപയാണ് നമ്മുടെ ഫൗണ്ടേഷൻ, കൃപയാണ് നമ്മളായിരിക്കുന്നത്. പക്ഷെ വിശ്വാസമില്ലാതെ ലോകത്തെ ജയിക്കാൻ കഴിയത്തില്ല. അപ്പോൾ അനേക വിശ്വാസികൾ ഈ കൃപ മതി, ദൈവം കൃപയാൽ നടത്തുന്നു എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടു പോയാ. എന്നാൽ എന്ന് നിങ്ങൾ വിശ്വാസത്തിൽ ജീവിക്കുവാൻ തുടങ്ങുന്നുവോ, മലകൾ മാറാൻ തുടങ്ങും. മലകൾ മാറുന്നത് വരെ മാന്യത വരത്തില്ല. ഓ ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒരു റിവൈവൽ ഉണ്ടാവണം. ഇന്ന് രാത്രി ഒരു ആർമി, ഫെയ്ത്ത് ആർമി ഈ പ്ലാറ്റ്ഫോമിൽ എഴുന്നേൽക്കും. നിങ്ങളുടെ വാക്കുകൾ വ്യത്യസ്തമായിരിക്കും, നിങ്ങളുടെ പ്രാർത്ഥന ശൈലികൾ വ്യത്യസ്തമായിരിക്കും, നിങ്ങളുടെ വൊക്കാബുലറികൾ ഡിഫറെൻ്റ് ആയിരിക്കും, നിങ്ങളുടെ ജീവിത ശൈലികൾ വ്യത്യസ്തമായിരിക്കും. ലെറ്റ് മീ ഗോ ഫാദർ. ഞാൻ മുന്നോട്ട് പോകുന്നു. ആമേൻ. ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ എല്ലാവരുടെ കൂടെ ഉണ്ടെങ്കിൽ. Come on, let's go. Thank you, Jesus. All right. അപ്പൊ കൃപയെ നമ്മൾ എപ്പോഴും കൃപയ്ക്ക് വേണ്ടി, കൃപയുടെ ആളുകൾ എപ്പോഴും ഈ കൃപ മാത്രം വിശ്വസിച്ചു പോകുന്നവർ എങ്ങനെയാണെന്നറിയാം പ്രാർത്ഥിക്കുന്നത്? മേപ്പോട്ട് കൈ ഉയർത്തിയ പ്രാർത്ഥിക്കുന്നത്. ലോർഡ് ഗീവ് മീ സംതിങ്, ലീവ് മീ സംതിങ്, ഗീവ് മീ സംതിങ്. നിങ്ങളതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഈ രാത്രിയിൽ നിങ്ങൾക്ക് എന്നോട് വിഷമം ഉണ്ടാകരുത്. ഞാൻ വചനം, ദൈവം എന്നെ പറഞ്ഞ വെളിപ്പാടുകൾ പറയുന്ന ആളാണ്. ഓക്കെ. അതുകൊണ്ട് ഇന്ന് രാത്രി ഓർത്തോണം, നിങ്ങൾക്ക് എന്നോട് പിണക്കം തോന്നിയാൽ, അയ്യോ ഞാൻ അങ്ങനെ അല്ലല്ലോ കേട്ട് വെച്ചിരിക്കുന്നത്. നിങ്ങൾ കേട്ട് വെച്ചിരിക്കുന്നത് എന്തായിരുന്നാലും ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് ഷാർപ്പായിട്ട് രാത്രി വരികയാണ്. ഇങ്ങനെയാണ് കൈപിടിക്കുന്നത് നമ്മൾ. എന്താ? കാരണം കൃപ വേണം. അപ്പൊ ദൈവം, കർത്താവ് പറയുന്നു, ഞാൻ സ്വർഗത്തിൽ നിന്നുണ്ട്. എബോ, നമുക്ക് മുകളിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നമ്മളിൽ മേളിലാണ് കർത്താവിൻ്റെ ഓപ്പറേഷൻ. നമ്മളെ ഇരുത്തിയിരിക്കുന്ന സ്വർഗത്തിലാണ്. അതുകൊണ്ടാണ് സ്വർഗസ്ഥലങ്ങളിൽ നമ്മളെ ഇരുത്തിയിരിക്കുന്നത്. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? We are seated with Christ in the heavenly places. Amen. ഒരാമീൻ പറഞ്ഞാട്ടെ. Hallelujah. We are seated with Christ in the heavenly places. So we are not seated not in the earthly realm but in the spiritual realm, high above all things. എല്ലാത്തിനെക്കാട്ടി മുകളിലിരിക്കും. നമ്മൾ ഓർത്തോണം, നമ്മുടെ മുമ്പിൽ ഒരു മലയുണ്ടെന്ന് ചിന്തിക്കുക. ഈ മല നമ്മൾ ഇങ്ങനെയാണ് നോക്കുന്നത്. മല മേപ്പോട്ട് നോക്കിയിട്ട് ഈ മല എൻ്റെ മുന്നിൽ നിന്ന് എപ്പോൾ മാറിപ്പോകും നമ്മൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും മാനുഷികമായിട്ട്. പക്ഷെ നിങ്ങൾ സ്വർഗസ്ഥലങ്ങളിൽ ഇരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഈ മലയൊക്കെ ഒന്നുമില്ല, നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഒന്നുമില്ല. ഒരൊറ്റ വാക്കിനത് നീങ്ങിപ്പോകുന്നേ ഉള്ളൂ. ആമേൻ. അപ്പോൾ കർത്താവ് നമ്മളെ നോക്കിയിട്ട് പറയുന്നു, നീ എന്നെ നോക്കി ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ കൃപയാൽ ജീവിക്കാൻ മാത്രം ആഗ്രഹിക്കുന്നവനാ. പക്ഷെ നീ താഴോട്ടൊന്ന് നോക്കിക്കേ, നിന്റെ ശുശ്രൂഷ മുഴുവൻ അവിടെയാണ് കിടക്കുന്നത്. ദൈവം താഴോട്ടാണ് നോക്കുന്നത്. കാരണം അതാണ് വിശ്വാസം. നമ്മൾ എപ്പോഴും മേപ്പോട്ടാണ് നോക്കത്തുള്ളൂ. അവിടുന്ന് വല്ലതും തരുമോ, അവിടുന്ന് വല്ലതും കിട്ടുമോ? കർത്താവ് പറയുന്നു, നിങ്ങൾ വളർന്നെങ്കിൽ കർത്താവിനെ പോലെ ജീവിക്കുക. അതുകൊണ്ടാണ് ഒരു വചനം പറഞ്ഞിരിക്കുന്നത്, അവനായിരിക്കുന്ന പോലെ നാം ഈ ലോകത്തിലായിരിക്കും. ഹല്ലേലൂയ. ആമേൻ. എല്ലാവരും കൂടെ ഉണ്ടോ? എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ രാമീൻ പറഞ്ഞേ. ഗ്ലോറി ബി ടു ഗോഡ്. നൗ നമുക്ക് നോക്കാം. അപ്പൊ കൃപയുടെ കണ്ടോ, എപ്പോഴും നമ്മൾ കൃപയിൽ ജീവിക്കുന്ന എന്ന് പറഞ്ഞാൽ എപ്പോഴും എനിക്ക് ഇത് മതി വിശ്വാസം വേണ്ടെന്ന് പറഞ്ഞ് നമ്മൾ കൃപയിൽ മാത്രം നമ്മൾ ബേബി ആയിട്ടൊരു ചൈൽഡിഷ് ലൈഫ് നയിക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് വൻ കാര്യങ്ങൾ നമ്മളിൽ കൂടി നടക്കത്തില്ല. നമ്മളെപ്പോഴും അങ്ങനെ ജീവിതത്തിൽ അത് കംഫർട്ട് സോണിനകത്തിലങ്ങ് ഇരിക്കാൻ ആഗ്രഹമാണ്. നമുക്ക് അതിനകത്തുനിന്ന് പുറത്തോട്ട് പോകാൻ ആഗ്രഹമില്ല. ഹല്ലേലൂയ. സോ ഞാൻ പറഞ്ഞത്, ഇസ്രായേൽ മക്കൾ അവർ കനാൻ നാട്ടിലെത്തിയ ദിവസം മന്ന തീർന്നുപോയി. ജോഷുവയുടെ പുസ്തകം 5-ാം അധ്യായം 12-ാം വാക്യത്തിലും ഓക്കെ അവിടെ നമ്മൾ കാണുന്നു. 1 യോഹന്നാൻ 4:7 കാണുന്നു, അവനായിരിക്കുന്ന പോലെ നാം ഈ ലോകത്തിലായിരിക്കുന്നു. As he is, so also we are in this world. നമ്മൾ ഈ ലോകത്തിലായിരിക്കുന്നു. ഓക്കെ ഫൈൻ. അപ്പോൾ അവരോട് പറഞ്ഞു, ഇനിയും നിങ്ങൾക്ക് മന്ന ഇല്ല, ഗ്രേസ് കഴിഞ്ഞു. ഇനിയും നിങ്ങൾക്ക് യുദ്ധമാണ്. ഇനിയും നിങ്ങൾ മറ്റുള്ളവരുടെ മേൽ, നിങ്ങൾ സകല ജാതികളെക്കാട്ടിൽ ഉയരത്തിലാണ് ജീവിക്കാൻ പോകുന്നത്. നിങ്ങളുടെ പ്രോപ്പർട്ടി, നിങ്ങളുടെ വസ്തുവകൾ, നിങ്ങളുടെ വീട്, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ വരുമാനം എല്ലാവരിലും ഉയർന്നായിരിക്കണം. You will live above. Amen. That is why the Lord your God shall set you above all nations on the earth. ഭൂമിയിലുള്ള സകല ജാതികളെക്കാൾ നിങ്ങളെ മീതെ ഉന്നതമാണ്. അതാണ് ദൈവത്തിന്റെ ഹിതം. Amen.
ഇന്ന് ആരൊക്കെ നിങ്ങൾ ഏതൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ടോ, ഐ എം ടെലിങ് യു ടുനൈറ്റ്, ഇന്ന് രാത്രി നിങ്ങളുടെ ഡെലിവറൻസിൻ്റെ ദിവസമാണ്. നിങ്ങളായിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് ഈ രാത്രി ഞാനിവിടെ നിന്ന് സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ലൈഫിലും ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കാൻ പോകും. ഓക്കെ, അപ്പോൾ അവരോട് പറഞ്ഞു, ഇനി നിങ്ങൾ ഇഷ്ടമുള്ള വീട് വെച്ചോണം. ചിലരിങ്ങനെ പറയാറുണ്ട്, കർത്താവേ ഭവനമില്ല, എനിക്കൊരു ഭവനം വേണം, നിനക്ക് ഇഷ്ടമുള്ള വീട് തരണം. കർത്താവ് അങ്ങനെ പറയത്തില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ 11:24, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ചോദിച്ചതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾക്കത് ഉണ്ടാകും. സോ സംതിങ് ഹാപ്പനിങ് വെൻ യു പ്രേ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചിലത് നടക്കുന്നു. എൻ്റെ കൂടെ എന്ന് പറയാമോ? ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ചിലത് നടക്കുന്നു. പ്രാർത്ഥിച്ചതിന് ശേഷമല്ല, പ്രാർത്ഥിക്കുമ്പോൾ ആ സമയത്ത് നിങ്ങൾ ഉണ്ടല്ലോ, യു ആർ അൺലോക്കിംഗ് സംതിങ്. അതുകൊണ്ടാണ് പ്രാർത്ഥന വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചോദിച്ചോ ആ പ്രാർത്ഥിച്ചത് നിങ്ങൾ കിട്ടിയെന്നങ്ങ് കണ്ടോണം. അത് നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് മാറരുത്. അതെത്ര അസാധ്യമാണെങ്കിലും അത് കിട്ടിയതായിട്ടും കണ്ടോണം. അത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കിട്ടിക്കഴിഞ്ഞിരിക്കും. ഓക്കെ, നിങ്ങൾക്കത് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആമേൻ. നമ്മൾ അപ്പോൾ ഞാൻ കൃപയെക്കുറിച്ച് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമ്മൾ വിശ്വാസത്തിൻ്റെ ചില മണ്ഡലങ്ങളിലേക്ക് പോകും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടം ഈ കൃപയിൽ അങ്ങനെ ഒരു ഫൗണ്ടേഷൻ ലൈഫ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്, ഫെയ്ത്ത് ലൈഫിലേക്ക് പോകാൻ താല്പര്യമില്ല. എന്നാൽ ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ, ഫെയ്ത്ത്. അപ്പം നമ്മൾ കണ്ടു ദൈവത്തിലുള്ള വിശ്വാസവും ദൈവത്തിൻ്റെ വിശ്വാസം ആണ് ഇവിടെ ബൈബിൾ പറയുന്നത്. ആ വിശ്വാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്യൂർലി ഫ്രം ഗോഡ്, ദൈവത്തിൻ്റെ വാക്കിൽ നിന്ന് ഉണ്ടാകുന്ന വിശ്വാസമാണ്. റൈറ്റ്? ഇപ്പോൾ ഒരു വചനം നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വചനമാണ് നമുക്ക് വേണ്ടി വിശ്വാസം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാര്യം നമ്മൾ ചോദിക്കുന്നോ അത് നമുക്ക് ഉണ്ടായിരിക്കും. ഉദാഹരണം ഞാൻ പറയാം. അപ്പോസ്തലപ്രവൃത്തി 16:33 നമ്മൾ കാണുന്നു, ബിലീവ് ഇൻ ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, യു ആൻഡ് യുവർ ഹൗസ് ഹോൾഡ് വിൽ ബി സേവ്ഡ്. കർത്താവ് യേശു വിശ്വസിക്കുക, ആദ്യം നീ വിശ്വസിച്ചാൽ ആദ്യം നിന്റെ കുടുംബം രണ്ടാമത്തെ. അപ്പോൾ ഒരു കാര്യം ഉറപ്പ്, ഇന്ന് എത്ര പേര് ഇരുന്നോട് പറയും, എൻ്റെ കുടുംബത്തിൽ ഇന്നാര് വന്നിട്ടില്ല, ഇവരാരും വരുന്നില്ല, ഞാൻ മാത്രമേ വന്നുള്ളൂ. എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ രാത്രി നിങ്ങൾ ആ വിഷയം ഇതുവരെ ഡീൽ ചെയ്തിട്ടില്ല. ഇന്ന് രാത്രി ഉറപ്പിച്ച് ഞാൻ പറയാം, നിങ്ങളുടെ കുടുംബത്തിൽ എത്ര പേരുണ്ടോ അവർ മുഴുവനും ദൈവം നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് തന്നിരിക്കുകയാണ്. മുഴുവനും തന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് അത് കണ്ടുകൊണ്ട് ദൈവത്തിന് നന്ദി പറയാം. അവർ നിങ്ങൾക്കുള്ളവരാണ്. ഒരാമയും പറഞ്ഞാട്ടെ. യെസ്, അവർക്ക് നിങ്ങളുടെ കുടുംബത്തിലുള്ള ഏത് വ്യക്തിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആ പ്രശ്നത്തിനോട് നിങ്ങൾക്ക് ഡീൽ ചെയ്യാനുള്ള അധികാരവും നിങ്ങൾക്കുണ്ട്. കാരണം ബിലീവ് ഇൻ ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, യു ആൻഡ് യുവർ ഹൗസ് ഹോൾഡ് വിൽ ബി സേവ്ഡ്. അപ്പോൾ നിങ്ങൾ ആ കുടുംബത്തിലുള്ള വ്യക്തിയാണ്, നിങ്ങളുടെ കുടുംബക്കാരനാണെങ്കിൽ 100% കൃപയിലേക്ക് വന്നേ മതിയാവത്തുള്ളൂ. നിങ്ങൾക്കത് ഡിക്ലെയർ ചെയ്യാം, നിങ്ങൾക്കതിനെക്കുറിച്ച് പറയാം. ആൾ വന്നിരിക്കും. ഇവൻ ഏത് രോഗിയാണെങ്കിലും രോഗത്തിന് തിരിച്ചു പോവാ, രക്ഷിക്കപ്പെട്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞാൽ ആൾ രക്ഷിക്കപ്പെട്ടിട്ട് പോകത്തുള്ളൂ. കാരണം അതാണ് നിങ്ങളുടെ പാക്കേജ്. ആമേൻ. ഹല്ലേലൂയ. ഓ ലോർഡ് ജീസസ്. നമുക്കൊരു വാക്യം വായിക്കാം. ഓക്കെ, ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം വാക്യം, ഗലേഷ്യൻസ് ചാപ്റ്റർ 2 and verse 20. ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഞാൻ ഇനിയും ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നത്. ഇപ്പോൾ ഞാൻ ജീവിക്കുന്നതോ എനിക്ക് വേണ്ടി മരിച്ച്. ഓക്കെ, ഐ ആം ഗോയിങ് ടു റീഡ് ഫോർ യു. ഞാൻ നിങ്ങൾക്കായിട്ട് വായിക്കുന്നു. ലോർഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഓക്കെ, ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം. സോറി. ഓക്കെ, ഇപ്പോൾ ഞാൻ ജീവിക്കുന്നതോ എനിക്ക് വേണ്ടി മരിച്ച് തന്നെത്താൻ എനിക്ക് വേണ്ടി അർപ്പിച്ചെന്ന ദൈവപുത്രങ്കലിലുള്ള വിശ്വാസത്താൽ അത്രേ. നൗ ഐ ലീവ് ബൈ ദ ഫെയ്ത്ത് ഓഫ് ദ സൺ ഓഫ് ഗോഡ്. ദൈവപുത്രങ്കലിലുള്ള വിശ്വാസത്താൽ അത്ര ജീവിക്കുന്നത്. നോട്ട് ഇൻ ദ ഫെയ്ത്ത് ഓഫ് ദ സൺ ഓഫ് ഗോഡ്, ഓഫ് ദ ഫെയ്ത്ത് ഓഫ് ദ സൺ ഓഫ് ഗോഡ്. ദൈവപുത്രനെങ്കിലേ വിശ്വാസത്താൽ അത്ര ജീവിക്കാൻ പോകുന്നു. ഞാൻ ജീവിക്കുന്ന കൃപയാൽ ജീവിക്കാൻ പോകുന്നതല്ല, ദൈവപുത്രങ്കിലെ വിശ്വാസത്താൽ ജീവിക്കാൻ പോകും. The power of the words. Hallelujah. അപ്പോൾ
2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു വാക്യമുണ്ട്. അതായത് അപ്പോസ്തലനായ പൗലോസ് വളരെയധികം പെർസിക്യൂഷനുകളിൽ കൂടെ പോവുകയാണ്. ശരിക്കും നമുക്ക് ബൈബിളിൽ ഈ അപ്പോസ്തലനായ പൗലോസിന്റെ ലേഖനങ്ങൾ നമുക്ക് ഒരുപാട് ഇൻഫോർമേഷൻ തരുന്നുണ്ടെങ്കിലും നമുക്ക് ചിലതിടത്ത് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാകും. 2 കൊരിന്ത്യർ 12:9 നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിനക്ക് ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു ആൻഡ് മൈ സ്ട്രെങ്ത് ഷാൽ ബി പെർഫെക്റ്റഡ് ഇൻ യുവർ വീക്ക്നെസ്. നിന്റെ ബലഹീനതയിൽ എൻ്റെ ശക്തി നിനക്ക് തികഞ്ഞു വരുന്നു. വാട്ട് ഇറ്റ് ഈസ്? അപ്പോൾ നമ്മൾ പലരെയും ഒരു വളരെ ചിന്തിപ്പിക്കുന്ന ഒരു വാക്യമാണ്, എൻ്റെ കൃപ നിനക്ക് മതി. കൃപ മതിയല്ല, പിന്നെ എന്തിനാ ഇനി ബാക്കി പറഞ്ഞു? നമ്മൾ ഈ വാക്യം വായിക്കുന്ന സമയത്ത് അവിടെ ചില റെവലേഷൻസ് നമ്മൾ സ്കിപ്പായിട്ട് പോകുന്നുണ്ട്, അത് നമ്മൾ വിട്ടുപോകും. ഞാൻ അതൊന്ന് പറയാൻ പോകും. ആമേൻ. ഒരാമയും പറഞ്ഞാട്ടെ. നിങ്ങളെല്ലാവരും എക്സൈറ്റഡ് അല്ലെന്ന് തോന്നല്ലോ. ആ കൈകളൊക്കെ ഒന്ന് ഉയർത്തി കാണിച്ചേ. ഹല്ലേലൂയ. ആമേൻ. ഓൾറൈറ്റ്. ദൈവത്തിൻ്റെ മക്കളാണ് ലോകത്തിൽ ഏറ്റവും സന്തോഷമുള്ളവർ. നമ്മൾ സന്തോഷിച്ചില്ലെങ്കിൽ ആ സന്തോഷം വേറെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയിട്ട് അവർ സന്തോഷിക്കും. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിലും സന്തോഷിക്കാൻ പഠിക്കണം. ആമേൻ. ആനന്ദിക്കാൻ പഠിക്കണം. സന്തോഷം ബൈബിളിലില്ല, ജോയ് ആണ്. ഹാപ്പി കംസ് ഫ്രം ഹാപ്പിനിങ്സ്, ബട്ട് ജോയ് കംസ് ഫ്രം വിത്തിൻ. ജോയ് ആണ് ദൈവം തന്നിരിക്കുന്നത്, ഹാപ്പി അല്ല. സോ ജോയ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ മുഖത്ത് അത് വെളിപ്പെട്ടുകൊണ്ടിരിക്കും. ആമേൻ. നിങ്ങൾ ശരിയായിട്ടുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ ശരിയായിട്ടുള്ള ജീവിതം ഉണ്ടാകും. ഞാൻ പറയുന്നത് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞു, ഇഫ് യു ഹാവ് റൈറ്റ് ഫെയ്ത്ത് then you will have a right living. If you don't have a right understanding then you will not get a right living. If you have a right understanding then you will live a right living. If you want a right living then you need right understanding. Amen. നമുക്ക് ശരിയായിട്ടുള്ള വചനത്തിലുള്ള അറിവുണ്ടെങ്കിൽ ശരിയായിട്ടുള്ള ആനന്ദം ഉണ്ടാകും. Amen. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം നമ്മൾ കാണുന്നത്. ഇവിടെ ഞാൻ ഈ ഗ്രേസിൻ്റെ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നു, നിന്റെ പലവട്ടം കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ എന്തായാലും തൻ്റെ ശരീരത്തിലുള്ള ശൂലം അല്ലെങ്കിൽ തൻ്റെ മേലുള്ള ശൂലം ഒന്ന് മാറ്റിക്കൊടുക്കണം. ശൂലം എന്ന് അവിടെ പറഞ്ഞേക്കുന്നത് കഷ്ടതകളും വേദനകളും പ്രശ്നങ്ങളും താൻ പോകുന്നിടത്തെല്ലാം ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സുവിശേഷ നിമിത്തം കഷ്ടതകളും പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇത് ഇങ്ങനെ പലതും തനിക്ക് ബുദ്ധിമുട്ടുകളാകുന്നു, പലയിടത്തും വലിയ പെർസിക്യൂഷൻ ഉണ്ടാകുന്നു. അപ്പോൾ പറഞ്ഞു, കർത്താവേ എനിക്ക് ഈ ശൂലം ഒന്ന് മാറ്റിത്തരണം. അപ്പോൾ കർത്താവ് പറഞ്ഞു, മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു and my strength shall be perfected in your weakness. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. അപ്പോൾ എന്താണ് അവിടെ ഈ കർത്താവ് പറഞ്ഞിരിക്കുന്നത്? കൃപ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഞാൻ ചെയ്യേണ്ടത് മുഴുവൻ എൻ്റെ കൃപയാൽ നിനക്ക് വേണ്ടി ഞാൻ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഇനി നിനക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്യുവാനില്ല. ഐ ഹാവ് ഡൺ എവ്രിതിങ് ഫോർ യു ബൈ മൈ ഗ്രേസ്. നൗ യു ആക്ട് അപ്പോൺ ദ വേർഡ് ഓഫ് ഗാഡ്. നീ വചനത്താൽ നിന്റെ ജീവിതത്തിന് വേണ്ടി നീ ചെയ്തു കൊള്ളുക. കൃപയാൽ നിനക്കെല്ലാം തന്നു കഴിഞ്ഞിരിക്കുന്നു, വിശ്വാസത്താൽ നീ ഇനിയും ജീവിച്ചാൽ. അതാ എൻ്റെ അർത്ഥം. മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു. എൻ്റെ കൃപ നിനക്ക് വേണ്ടിയതെല്ലാം ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. നീ എന്ത് പറഞ്ഞാലും എൻ്റെ സൈന്യം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. പക്ഷെ നീ ഈ കഷ്ടതയും പ്രശ്നവും നീ അനുഭവിച്ചുകൊണ്ടിരിക്കേണ്ടതല്ല. കഷ്ടതകൾ, ഞാനിപ്പോൾ അതിന് ഉദാഹരണം പറയാം. ഈ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് അതായത് അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെ ഒരു എല്ലാ ദിവസവും താൻ ചെല്ലുമ്പോൾ ഒരു ലക്ഷണം പറയുന്ന ഒരു സ്ത്രീ, ഈ സ്ത്രീ ഇരുന്നു കൊണ്ട് പറയും, നോക്കൂ, ഇവർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാരാണ്. ഇവർ പറയുന്ന കേൾക്കണം. ശരിക്കും അവളൊരു പൈശാചിക ശക്തിയാൽ ബാധിക്കപ്പെട്ട സ്ത്രീയാണ്. അവൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വിചാരിച്ചു, പിശാചല്ലേ, നല്ല കാര്യമല്ലേ പറയുന്നത്, പറഞ്ഞോട്ടെ. അപ്പം ഇവളെല്ലാ ദിവസവും ഇത് പറയും. പക്ഷെ പൗലോസ് ഒന്നും പറയുന്നില്ല. അവിടെ പറയുന്നുണ്ട്, പല നാൾ ഇത് അവൾ ചെയ്തുകൊണ്ടിരുന്നു. അപ്പം പല നാൾ ചെയ്തിട്ടും അദ്ദേഹം ഒന്നും റിയാക്ട് ചെയ്യുന്നില്ല. നമ്മൾ നോർത്തണം, നമ്മുടെ ജീവിതത്തിലും പല നാളുകൾ, പല വർഷങ്ങൾ, പല മാസങ്ങൾ, പല വിഷയങ്ങളും നമ്മുടെ മുമ്പിൽ പിശാച് ഇതുപോലെ ചെയ്തുകൊണ്ടിരുന്നിട്ട് നമ്മൾ മൈൻഡ് ചെയ്തിട്ടില്ല. കർത്താവ് കൃപ തരണം, ഞാനങ്ങ് പൊയ്ക്കോളാം. പക്ഷേ അവിടെ വചനം പറയുന്നു, ഈ വാക്ക് കർത്താവ് അങ്ങോട്ട് പറഞ്ഞു, എന്തോ പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിനക്ക് ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ നിനക്ക് വേണ്ടി ചെയ്യേണ്ടത് മുഴുവൻ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. Now use your faith and conquer the world. അതാ അതിൻ്റെ അർത്ഥം. അപ്പൊ പൗലോസ് എന്ത് ചെയ്യുന്നറിയോ? അന്ന് മുഷിഞ്ഞിട്ട് അവർ പറഞ്ഞു, ദുരാത്മാവേ, അവളിലുള്ള ഭൂതം ഇറങ്ങിപ്പോയിക്കോ. ഒറ്റ വാക്ക് പറഞ്ഞപ്പോൾ സെക്കൻഡ്സ്
അവളുടെ ദുരാത്മാവ് ഓടിപ്പോയി. ഞാൻ നിങ്ങളോട് ഒരു ദൂത് പറയട്ടെ, വർഷങ്ങളായിട്ട് ചില പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, കർത്താവ് കൃപ തന്നങ്ങ് നടത്തിക്കോളും, നിങ്ങൾ സഫർ ചെയ്യുന്നെങ്കിൽ ഇന്ന് രാത്രി വേണം ഗെറ്റ് ഔട്ട് ഓഫ് മൈ ലൈഫ്, എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോണം എന്ന് നിങ്ങൾ വിശ്വാസത്താൽ ഡിക്ലെയർ ചെയ്താൽ tonight is the end of that problem. മനസ്സിലായെങ്കിൽ ആമീൻ പറ. മനസ്സിലായെങ്കിൽ ആമീൻ പറഞ്ഞു. കമോൺ. എത്ര നാൾ നിങ്ങളുടെ ജോലി തടഞ്ഞു വെച്ചിരിക്കുന്നു? യു ആർ എബോ ഓൺലി. നിങ്ങൾ അവിടെ തലയാകേണ്ട വ്യക്തി നിങ്ങൾ അവിടെ ഞെരുങ്ങിയിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി യു ക്യാൻ ടക്ക് ടു യുവർ സിറ്റുവേഷൻ. ഹല്ലേലൂയ. മനസ്സിലായോ? കൃപയെല്ലാം തന്നിരിക്കുന്നു, പക്ഷെ നിങ്ങൾ വിശ്വാസം ഉപയോഗിച്ച് നിങ്ങളെ പ്രതിസന്ധികളോട് നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. യു ഹാവ് ടു സ്പീക്ക് ടു യുവർ സിറ്റുവേഷൻ. ആമേൻ. അപ്പോഴാണ് അത് മാറിപ്പോകുന്നത്. അന്ന് അപ്പോസ്തലന് ഒരു കാര്യം മനസ്സിലായി, ഇനിയും സഹിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമില്ല, ഇനി അങ്ങോട്ട് റിയാക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അവിടെ മുതൽ നമ്മൾ കാണുന്നത് മുഴുവൻ ചരിത്രം മാറി എഴുതുകയാണ്. മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു. എൻ്റെ കൃപയാൽ നിനക്ക് വേണ്ടത് മുഴുവൻ നീ ആയിരിക്കുന്നത് ഞാൻ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. എന്തെങ്കിലും നിന്നെ ലിമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡീൽ വിത്ത് ദാറ്റ് ടുനൈറ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഒന്നും മാറ്റം കണ്ടില്ലെങ്കിലും ബ്രദറെ, വിശ്വാസത്തിന്റെ വാക്കുകളല്ലാത്തത് വിളിച്ചു പറയരുത്. എത്ര പേര് ആമേൻ പറഞ്ഞു? ഇതിന് ഞാൻ രണ്ട് രീതി പറയും. നിങ്ങൾക്ക്, അതായത് എല്ലാ വിശ്വാസികൾക്കും പ്രവചിക്കുവാൻ കഴിയും. All believers can prophesy, but all believers are not prophets or prophetesses. പക്ഷെ നമുക്ക് പ്രവചിക്കാൻ കഴിയും. You are the prophet of your life. നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രവാചകൻ നിങ്ങളാണ്. You are the prophetess of your life. നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രവാചകി നിങ്ങളാണ്. ഒരാമീൻ പറഞ്ഞേ. Now listen. എങ്ങനെയാണ്? ഞാനതിന് രണ്ട് കാര്യം പറയാം. അതായത് പ്രവചനം എന്ന് പറഞ്ഞാൽ, what is prophecy? Prophecy in two way. രണ്ട് രീതിയിലാണ് പ്രവചനം. ആമേൻ. ഒന്നാമത്തെ പ്രവചനത്തിന് പറയുന്നത് ഫോർടെല്ലിംഗ്. ഫോർടെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് കേട്ട് സംസാരിക്കുന്നതാണ് ഫോർടെല്ലിംഗ്. നമ്പർ 2, ഫോർത്ത് ടെല്ലിംഗ്. ഫോർത്ത് ടെല്ലിംഗ് മീൻസ് നിങ്ങൾ വിശ്വാസത്താൽ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച്, നിങ്ങൾ തന്നെ നാളെയെക്കുറിച്ച്, നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് നിങ്ങൾ തന്നെ പ്രവചിക്കുന്നതാണ് ഫോർത്ത് ടെല്ലിംഗ്. ആമേൻ. ഞാൻ ഒന്നുകൂടെ പറയാം. ഫോർടെല്ലിംഗ് ഈസ് ഹിയറിംഗ് ഫ്രം ഗോഡ് ആൻഡ് പ്രൊഫസൈയിങ്. ബട്ട് ഫോർത്ത് ടെല്ലിംഗ് ഈസ് യു ആർ പ്രൊഫസൈയിങ് അബൌട്ട് യുവർ ലൈഫ് ബൈ ഫെയ്ത്ത്. വിശ്വാസത്താൽ നിങ്ങളുടെ ജീവിതത്തെ നോക്കി നിങ്ങൾ പ്രവചിക്കുന്നതാണ് ഫോർത്ത് ടെല്ലിംഗ്. God wants everyone to use the second one, fourth telling, because God has given you authority and power to change your situation, because you are the voice of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ശബ്ദമായി. You are the prophet of your life. Amen. മനസ്സിലായോ? ഫോർത്ത് ടെല്ലിംഗ് ആൻഡ് ഫോർത്ത് ടെല്ലിംഗ്. അങ്ങനെയെങ്കിൽ ശ്രദ്ധിക്കണം. നമ്മൾ ഈ പല ആളുകളും പറയുന്നത്, നമുക്ക് എന്താ പറയുക, ആ പ്രവചനം ഞാൻ കേട്ടു, ഓക്കെ, ദാറ്റ്സ് ഗുഡ് സം ടൈം, ബട്ട് ഫോർത്ത് ടെല്ലിംഗ് ആണ് ദൈവത്തിന് ഇഷ്ടം. ആളുകൾക്ക് ഇത് മനസ്സിലാകാത്തത് കൊണ്ടാണ് അവർ എപ്പോഴും പ്രോപ്പസി പറയുന്ന ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനതൊന്ന് വിശദീകരിച്ചിട്ട് പഴയ നിയമത്തിലൊരു കാര്യം കാണിച്ചു. അപ്പോൾ ഈ ഫോർത്ത് ടെല്ലിംഗ് എന്ന് പറയുന്നത്, നമ്മൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് തന്നെ നമ്മൾ പ്രവചിക്കുമ്പോൾ നമുക്ക് പ്രവചിക്കാനുള്ള റൈറ്റ് ദൈവം തന്നിട്ടുണ്ട്. നമുക്ക് സംസാരിക്കാനുള്ള റൈറ്റ് ദൈവം തന്നിട്ടുണ്ട്. നമ്മൾ അങ്ങനെ പറയുന്ന ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചോളണം. നമ്മുടെ വചനം, മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലാണ് ഇരിക്കുന്നത്. ഡെത്ത് ആൻഡ് ലൈഫ് ആർ ഇൻ ദ പവർ ഓഫ് ടങ്. മരണവും ജീവനും നാവിൻ്റെ അധീനതയിലായിരിക്കും. നിങ്ങളുടെ മകളെക്കുറിച്ച് നിങ്ങൾ ഒത്തിരി വറീഡാണ് അല്ലേ? പക്ഷെ ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ മകളെക്കുറിച്ച് എന്താ പറയുന്നത് അറിയാമോ? 24 മണിക്കൂറിൻ്റെ അകത്ത് നിങ്ങളുടെ മകളുടെ ലൈഫ് മാറുന്നത് നിങ്ങൾ കാണണം. ആമേൻ. യു വാണ്ട് ടു സേ, ദൈവം പറഞ്ഞതുപോലെ സംസാരിക്കുക. നിങ്ങൾ കരച്ചിൽ നിർത്താം. യേശു ചോദിച്ചു, യേശു കർത്താവ് മറന്നുപോലെ, ബൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു. എൻ്റെ കൃപ നിനക്ക് മതി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പിടികിട്ടിയോ? ഞാൻ ചെയ്യേണ്ടത് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. Now you activate on your faith. That's all. Hallelujah. അനേകർ ഈ വചനത്തെ വേറെ രീതി പഠിപ്പിച്ചത് കൊണ്ട് ഒത്തിരി പേര് കഷ്ടതയിലാണ്. കൃപയാൽ അത് സഹിക്കുക, കൃപയാൽ സഹിക്കുക, കൃപയാൽ സഹിക്കുക. കമാൺ ഓഫ് ദാറ്റ്. ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് ആ വചനത്തിൻ്റെ വെളിപ്പാട് പരിശുദ്ധാത്മ മനസ്സിലാക്കും. സോ പ്രൊഫസൈങ് അബൌട്ട് യുവർ ലൈഫ്. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ യേശു കർത്താവ്
ഓക്കെ, കമ്മിങ് ബാക്ക്. പഴയ നിയമത്തിൽ ഈ ദൈവത്തിൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ വളരെ കുറച്ച് ആളുകൾക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പം ഞാനതൊരു വാക്യത്തിൽ കൂടെ ഒന്ന് കാണിച്ചു തരാം. ഗലാത്യർക്കെഴുതിയ ലേഖനം 3:23 നിങ്ങൾ വായിക്കുമ്പോൾ അതൊന്ന് അണ്ടർലൈൻ ചെയ്യണം. ജസ്റ്റ് നോട്ട് ടു ജസ്റ്റ് റീഡ്, ബട്ട് ടു അണ്ടർലൈൻ വാട്ട് ഇറ്റ് ഈസ്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അവിടെ പറഞ്ഞിരിക്കുന്നതാണ് ഇതാണ്: വിശ്വാസം വരും മുമ്പേ, ബിഫോർ ഫെയ്ത്ത് കെയിം. സോ വിശ്വാസം ഏത് വിശ്വാസത്തെക്കുറിച്ചാണ് പറയുന്നത്? ദൈവത്തിൻ്റെ വിശ്വാസം വരുന്നതിന് മുൻപേ നമ്മളെ എല്ലാവരെയും ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു. ബിഫോർ ഫെയ്ത്ത് കെയിം. Can somebody read that scripture for me? If you can. Or if you can place it on the screen. ഞാൻ ആ വാക്യം എടുത്ത് ഞാൻ വായിക്കാം. ഗലാത്യർക്കെഴുതിയ ലേഖനം 3:23 അവിടെ പറഞ്ഞിരിക്കുന്ന വിശ്വാസം വരും മുമ്പേ. ഏത് വിശ്വാസം വന്നോട് ചിന്തിക്കണം. Galatians chapter 3 and verse. വിശ്വാസം വരും മുമ്പേ നമ്മിൽ വെളിപ്പെടുവാനിരുന്ന വിശ്വാസത്തിനായിക്കൊണ്ട് ന്യായപ്രമാണത്തിൻ കീഴിൽ അടച്ചു സൂക്ഷിച്ചിരുന്നു. വിശ്വാസം വരും മുമ്പേ. ഏത് വിശ്വാസമാണ്? ദൈവത്തിലുള്ള വിശ്വാസമല്ല, ദൈവത്തിന്റെ വിശ്വാസം. ഈ വിശ്വാസമാണ് യേശു പറഞ്ഞ നിങ്ങൾക്ക് കടുകുമണിയോളം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാട്ടത്തോട് പറയാം. ആ വിശ്വാസം വരുന്നതിന് മുമ്പേ നമ്മളെ എല്ലാം ന്യായപ്രമാണത്തിന് കീഴിൽ അടച്ചു സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ഈ വിശ്വാസം നമുക്ക് തരാൻ വേണ്ടി. കാരണം ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ കർത്താവ് പറഞ്ഞ വാക്കിനെ, അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട്, അതിനെ കണ്ടുകൊണ്ട്, അതിനെ ആശ്രയിച്ചുകൊണ്ട്, അതിൽ വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന രീതിയാണ് വിശ്വാസം. പക്ഷെ ദൈവത്തിലുള്ള വിശ്വാസമാണ് മറ്റേത്. ഇത് ദൈവത്തിൻ്റെ വിശ്വാസമാണ്. ഹൗ ഗോഡ് കൈൻഡ് ഓഫ് ഫെയ്ത്ത് എന്നൊരിടത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ വിശ്വാസം വരുന്നതിന് മുമ്പ് പഴയ നിയമത്തിൽ ഇത് ചിലർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വിശ്വാസം. അതിലൊറ്റ ഒരാളാണ് എബ്രഹാം. എബ്രഹാം ബിലീവ്ഡ് ഇൻ ഗോഡ്. ഒറ്റ ഒരാളെ ഓപ്പറേറ്റ് ചെയ്തുള്ളൂ. ബാക്കിയുള്ളവർക്കെല്ലാം ഒക്കേഷണൽ ഫെയ്ത്ത് ആയിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ ആ വിശ്വാസം നമ്മുടെ ഉള്ളിൽ വസിക്കുകയാണ്. അപ്പൊ ആരാ നമ്മളെ മറന്നുപോകല്ലേ? നമ്മളെ പലരും അടച്ച് ഉറപ്പാക്കിയിരിക്കുന്ന ചില ബന്ധനങ്ങളൊക്കെ ഇന്ന് രാത്രി വലിച്ചു പൊട്ടിക്കണം. വിശ്വാസം, ദൈവത്തിന്റെ വിശ്വാസം നമ്മുടെ അകത്ത് വന്നിരിക്കുന്നത്, അതിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അത് മലകളോട് സംസാരിക്കും, അതില്ലാത്തതിനെ വിളിച്ചുകൊണ്ട് വരും, അത് സംസാരിക്കുന്നത് വെളിപ്പെടും. ആമീൻ പറഞ്ഞാട്ടെ. ചിലപ്പോൾ നിങ്ങളുടെ ജീവിതം ഡിവോഴ്സിന്റെ വക്കിലായിരിക്കാം. യു ക്യാൻ പ്രോഫസൈ ടുനൈറ്റ് ബൈ ഫെയ്ത്ത് ഇൻ ദ നെയിം ഓഫ് ജീസസ്. നടക്കത്തില്ല മോനെ എന്ന് ധൈര്യമായിട്ട് പറയാം. മനസ്സിലായോ? ഹല്ലേലൂയ. നൗ ഞാൻ മുന്നോട്ട് പോവാം. അപ്പോൾ യേശു കർത്താവ് ശിഷ്യന്മാരുടെ 8-ാമത്തെ അധ്യായത്തിൽ ലൂക്കിൽ പറഞ്ഞിരിക്കുന്നത്, കർത്താവ് ശിഷ്യന്മാർ പറഞ്ഞു, നിങ്ങൾ അക്കരയ്ക്ക് പോകാം. ഗോ ടു ദ അതർ സൈഡ്. അക്കരയ്ക്ക് പോവുക. അപ്പോൾ അക്കരയ്ക്ക് പോവുക എന്ന് നമ്മൾ കണ്ടിരിക്കുന്ന വചനത്തിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ദൈവം നമ്മളോട് പറഞ്ഞ ഈ ലെവലല്ല, നിങ്ങൾ ഇന്ന് പോയതിനെക്കാട്ടി വ്യത്യസ്തമായ ഒരു വേറെ ലെവലിലേക്ക് നിങ്ങൾ പോകണം. You have to go to the next level in your life. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടുത്ത ലെവലുകളിലേക്ക് നിങ്ങൾ പോകണം. നിങ്ങൾ ഇതുവരെ കാണാത്തതും ഇതുവരെ ചെയ്യാത്തതും ഇതുവരെ നിങ്ങൾ പ്രാപിക്കാത്തതുമായ മണ്ഡലങ്ങളിലേക്ക് നിങ്ങൾ പോകണം ഞാൻ ആഗ്രഹിക്കുന്നു. I want you to go to the next level. Go to the other side. Go to the other side. Not always seeing the same people, same routine, but tonight the Lord wants to take you to the next level. എത്ര പേര് വിശ്വസിക്കുന്നു എനിക്ക് അടുത്ത ലെവലിലേക്ക് പോകണം? കമോൺ, ആ കൈ ഒന്ന് അടിച്ച് നിങ്ങൾക്ക് കമോൺ ഒന്ന് സെലിബ്രേറ്റ് ചെയ്തേ വചനം. കമോൺ 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 കമോൺ, wherever you are right now, celebrate. Come on, in the name of Jesus. ഞാനിവിടെ നിങ്ങളെ കൈയടിപ്പിക്കത്തൊന്നുമില്ല, പക്ഷെ നിങ്ങളുടെ വൈബ്രേഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്ക് നിങ്ങളെ ഇളക്കി മറിക്കുമെന്ന് എനിക്കറിയാം. കാരണം ദിസ് ഇസ് ലൈഫ് ആൻഡ് ട്രൂത്ത്. യേശു പറഞ്ഞു അക്കരയ്ക്ക് പോകാൻ പറഞ്ഞു. കർത്താവ് എപ്പോഴും നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന നെക്സ്റ്റ് ലെവൽ. അപ്പോൾ നമ്മൾ ഓർക്കണം, ഈ വിശ്വാസം, ഫെയ്ത്ത്, ദൈവത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു നേച്ചർ ഞാൻ പറയാം. ദൈവത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു സ്വഭാവം, ഈ വിശ്വാസം സമയത്തിന് വേണ്ടി കാത്തിരിക്കത്തില്ല. നാളെ ആയിരിക്കുമോ, അടുത്ത വർഷമായിരിക്കുമോ, 6 മാസം കഴിഞ്ഞായിരിക്കുമോ. ഫെയ്ത്ത് വിൽ നെവർ വെയിറ്റ് ഫോർ ടൈം, ബട്ട് ടൈം വിൽ വെയിറ്റ് ഫോർ ഫെയ്ത്ത്. സമയം വിശ്വാസത്തെ കാത്തിരിക്കും. If you have the faith of God, people will wait for you. Sickness is ready to leave when you say. Amen.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഉദാഹരണം പറയാം. മാർത്തയുടെ മറിയുടെ വീട്ടിൽ യേശു വന്നു. മാർത്തയുടെ മറിയുടെ വീട്ടിൽ യേശു വന്നപ്പോൾ അവരെല്ലാവരും കരയുന്നു. കർത്താവ് അവരോട് കൂടെ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. അതിനുശേഷം മാർത്ത ഒരു കാര്യം പറഞ്ഞു. ലോർഡ്, if you could have been here, my brother would not have died. എൻ്റെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നു. അത് അവൾ പറഞ്ഞ് വളരെ സത്യമാണ്. യേശുവിൻ്റെ അടുത്ത് മരണം നിൽക്കത്തില്ല, മരിക്കാൻ പറ്റത്തില്ല. യേശുവിൻ്റെ അടുത്ത് മരണമില്ല. നിങ്ങളുള്ളിടത്ത് ആ കമ്പനി നിന്ന് പോകത്തില്ല. You have to stop that spirit in the name of Jesus. നിങ്ങളുള്ളിടത്ത് ആ രോഗിക്ക് മരിക്കാൻ പറ്റത്തില്ല, സമയത്തിന് മുമ്പേ പോകത്തില്ല. Come on, I prophesy. Come on. നിങ്ങളടുത്ത് ഇന്ന് രാത്രി തന്നെ come on, raise your hands everybody. Come on, നിങ്ങളുടെ കരങ്ങൾ ഉയർത്തിക്കേ. Come on. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്ക്രീനിലൊക്കെ വരാനൊക്കെ ഉണ്ട്. അനുസരണം, obedience will bring you blessing in your life. Hallelujah. Let obedience is disobedience. I prophesy over you. കരം ഉയർത്തിയിരിക്കുന്ന കരങ്ങളെ നോക്കിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. I don't know about other people, but I'm telling you are the obedient people and you will be above only and never beneath. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളോടത്ത് മരണത്തിന് നിൽക്കാൻ പറ്റത്തില്ല, നിങ്ങളോടത്ത് ശാപത്തിന് നിൽക്കാൻ പറ്റത്തില്ല. Get out. Come on. ആ കമ്പനി അടച്ചുപൂട്ടി പോകത്തില്ല ബ്രദർ. യേശു അല്ലടത്ത് ക്രൂശിന്റെ രണ്ട് ഭാഗത്ത് രണ്ട് കള്ളന്മാർ കിടക്കുക. ഈ കള്ളന്മാർ മരിക്കത്തില്ല. യേശു ഉള്ളിടത്തോളം അവർക്ക് മരിക്കാൻ പറ്റത്തില്ല. യേശു മരിച്ചതിന് ശേഷമേ നിനക്ക് മരിക്കാൻ പറ്റത്തുള്ളൂ. യേശു ഉള്ളിടത്ത് മരണമില്ല. When you are there, no death can hold anything. Hey, ഞാൻ ഇന്ന് രാത്രി പ്രവചിക്കുകയാണ്. I am prophesying over your bank. നിങ്ങളുടെ ബാങ്ക് ചത്തുപോയിരിക്കുന്നത്. Tonight your bank is going to coming back to life in the name of Jesus. You receive the word of God tonight. You are carrying the faith of the Son of God. ദൈവപുത്രന്റെ വിശ്വാസമാണ് നിങ്ങളുടെ അകത്തിരിക്കുന്നത്. എന്നെ ഒരു നാളും കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ലെന്ന് പറഞ്ഞ വാക്കിന്റെ അകത്താണ് നീ ജനിച്ചിരിക്കുന്നത്. How come you become a failure? You cannot be a failure. You will be above only and never beneath. I prophesy. യേശു വന്നിട്ട് പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. I am the resurrection and life. ഞാൻ ഉള്ളിടത്ത് മരണമില്ല. ആ ഫെയ്ത്താണ് നിങ്ങളുടെ അകത്ത് കർത്താവ് വെച്ചിരിക്കുന്നത്. ആ ഫെയ്ത്താ. സംസാരിച്ചോണം, അതുപോലെ കണ്ടോണം, അതുപോലെ ജീവിച്ചോണം. ഭയങ്കര ഒരു റിവൈവൽ നിങ്ങളിൽ കൂടെ ഉണ്ടാകാൻ പോവുക. റെവല്യൂഷൻ നിങ്ങളിൽ കൂടെ ഉണ്ടാകാൻ പോവുക. Now കർത്താവ് പറഞ്ഞു, I am the resurrection and life. അപ്പോൾ മാർത്ത പറയുന്നു, മാർത്തയുടെ ഈ ഒരു പ്രശ്നം മനസ്സിലാവുന്നുണ്ട്. നമ്മളെപ്പോലെ പലരും പഠിപ്പിച്ചത് കേട്ട് അന്ത്യനാളിൽ ഒരു ഉയർപ്പുണ്ടെന്നും പറഞ്ഞിരിക്കുക. Amen. You know, when Jesus is in your life, heaven is here. മനസ്സിലായോ? Hallelujah. Now അന്ത്യനാളിൽ ഉയർപ്പുണ്ടാവും എന്ന് പറഞ്ഞിരിക്കുക. കർത്താവ് പറഞ്ഞു, I am the resurrection. ഞാൻ ഉള്ളിടത്താണ് ജീവൻ എന്ന് പറഞ്ഞാൽ ഈ ഫെയ്ത്തിന്റെ ഒരു സ്വഭാവം ഞാൻ പറയാം. ഫെയ്ത്ത് ഇത് അന്ത്യനാളിൽ നടക്കേണ്ടതിനെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരും. നിങ്ങൾക്ക് 10 വർഷത്തിന് ശേഷം നടക്കേണ്ടതിനെ ഇന്ന് വിശ്വാസം ഇവിടെ കൊണ്ടുവരും. നിങ്ങൾക്ക് 20 വർഷത്തിന് ശേഷം നിങ്ങളുടെ കൊച്ചുമകന്റെ കാലത്താണ് നടക്കേണ്ടത്. ആ വിടുതലിനെ, ആ ബ്ലെസ്സിങ്ങിനെ ഇവിടെ കൊണ്ടുവരുവാൻ വിശ്വാസത്തിന് പവറുണ്ട്. The faith that you are holding has got the power to bring your future now. വിളിക്കാൻ റെഡിയാണോ? കർത്താവ് പറഞ്ഞു ലാസറസ് കം ഫോർത്ത്, പുറത്തു വരിക എന്ന് പറഞ്ഞാൽ അന്ത്യനാളിൽ നടക്കേണ്ട വിടുതലിനെ വിശ്വാസം അവരുടെ മുമ്പിലേക്ക് വെളിപ്പെടുത്തി കൊണ്ടുവന്നു. ഞാനൊരു വെളിപ്പാട് നിങ്ങളോട് പറയാം. നിങ്ങളുടെ മുമ്പിൽ അടുത്ത നാളുകളിൽ നടക്കേണ്ടതിനെ നിങ്ങൾ കാത്തിരിക്കുന്നതിനൊക്കെ വിശ്വാസം ഈ മീറ്റിംഗിൽ നിങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? ബിക്കോസ് യുവർ ഫെയ്ത്ത് ഹാസ് ഗോട്ട് ദ പവർ ടു ബ്രിങ് യുവർ മിറക്കിൾസ് നൗ, യുവർ ഫ്യൂച്ചർ നൗ. And again, not another 21 days, another 21 ദിവസം നിങ്ങൾ അതിനുവേണ്ടി ഒന്നും നിങ്ങൾ ഇരിക്കണ്ട. If you want to have intimacy with God, if you want to spend your time with God, if you want to spend your time with God, and if you want to humble enough to sit with Jesus, you can fast and pray. That's not at all an issue. But tonight I'm telling you, not for the fasting for your breakthroughs or miracle, but if you want to listen from Him, if you want to humble enough to sit, and then you can fast and pray. But I'm telling you, the revelation that you're receiving tonight
ഇന്ന് രാത്രി നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന റെവലേഷൻ നിങ്ങളുടെ ഫ്യൂച്ചറിനെ വിളിച്ചുകൊണ്ട് വരുവാൻ ശക്തിയുള്ളതാണ്. യു ക്യാൻ കോൾ തിങ്സ് വിച്ച് ആർ നോട്ട് ആസ് ഇഫ് ദേ ആർ. ഒരു പാസ്പോർട്ടിനും ആർക്കും എങ്ങും പിടിച്ചു വെക്കാൻ പറ്റത്തില്ല ബ്രദറെ. കാരണം നിങ്ങളാണ് ഏറ്റവും വലിയ ഈ ലോകത്തിലെ അത്ഭുത മനുഷ്യൻ. യു നോ ദാറ്റ്? യേശു പറഞ്ഞു, ഞാൻ തന്നെയാണ് പുനരുത്ഥാനവും ജീവനും. ഐ ആം ദ റിസറക്ഷൻ ആൻഡ് ലൈഫ്. നിന്റെ അന്ത്യനാൾ ഞാനാ. ഇപ്പൊ ഇവിടെ ഉണ്ട് നിന്റെ മുമ്പിൽ അടുത്ത 10 വർഷം. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നൊരു വാക്യമുണ്ട്. ഈ സെയിങ്, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെ. 1000 സംവത്സരം എന്ന് പറഞ്ഞാൽ എത്ര വർഷം? 1000 വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ എത്ര ഡെക്കേഡ്സ് ആണ്? നിങ്ങൾ കണക്കൂട്ടി നോക്കി, എത്ര വർഷങ്ങളാണ്, എത്ര തലമുറകൾ നിങ്ങളുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിന്റെ ജീവിതത്തിൽ നടക്കാതിരുന്നത് നിങ്ങളിൽ കൂടി നടക്കുമെന്ന് കർത്താവ് പറയുന്നു. കാരണം അവിടെ നടക്കാതെ പോയതിനെ നിങ്ങളിൽ കൂടി ലോകത്തിന് വെളിപ്പെടുത്തുവാനാണ് കർത്താവ് ഈ തലമുറയിൽ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. യു നോ ദാറ്റ്? ഹല്ലേലൂയ. റബല ഖബല റബല 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 റബല. I feel heavy anointing this evening. I feel heavy anointing. Hallelujah. I feel something is breaking now. എന്തൊക്കെയോ ഇവിടെയൊക്കെ പൊട്ടുന്ന ഞാൻ ആത്മാവിൽ അനുഭവിക്കുക. നിങ്ങളുടെ അകത്തെ ആത്മമനുഷ്യൻ രാത്രി എഴുന്നേൽക്കുന്നു. യെസ്, യെസ്, യെസ്. In the name of Jesus. In the name of Jesus. So Jesus said, go to the other side. അവർ അക്കരയ്ക്ക് പോവാം. അക്കരയ്ക്ക് പോകുന്ന സമയത്തിന് അടുത്ത ലെവലിലേക്ക് പോകുമ്പോൾ തന്നെ എവിടെയൊക്കെ ചലഞ്ച് കണ്ടോ ഫെയ്ത്തിനെ ഉപയോഗിക്കുക. എൻ്റെ കൂടെ ഉറക്കെ പറഞ്ഞാട്ടെ, എവിടെയൊക്കെ വെല്ലുവിളി വരുന്നോ കർത്താവ് ആഗ്രഹിക്കുന്നു എൻ്റെ വിശ്വാസത്തെ ഉപയോഗിക്കുവാനുള്ള സമയം വേണ്ടത്. ഈ സമയത്ത് ഞാൻ എൻ്റെ ഫെയ്ത്തിൽ കൂടെ ഞാൻ സംസാരിക്കുമ്പോൾ, വിശ്വാസത്തിൻ്റെ വാക്കുകൾ ഞാൻ പറയുമ്പോൾ, ഈ കാറ്റ്, ഈ കടല് അടങ്ങുവാനുള്ള പവർ, അതിനുള്ള പൊട്ടൻഷ്യൽ എൻ്റെ ഫെയ്ത്തിനകത്തിലുണ്ട്. Alright. Now, കർത്താവ് തലയണ വെച്ച് ഉറങ്ങുമായിരുന്നു. വിശ്വാസമുള്ളവർക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. നിങ്ങൾ പറഞ്ഞ വാക്ക് നിങ്ങളെ വഹിച്ചുകൊണ്ടങ്ങ് നടക്കും. ഹല്ലേലൂയ. നിങ്ങൾ പറഞ്ഞ വാക്ക് നിങ്ങളെ വഹിച്ചുകൊണ്ട് നടക്കും. കർത്താവ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പടക്ക് മുങ്ങുന്ന പോലത്തെ പ്രശ്നങ്ങളുണ്ടായി. അപ്പൊ അവർ പറഞ്ഞു, അവർ യേശുവിനെ ഉണർത്തി. അവനെ ഉണർത്തിയിട്ട് പറഞ്ഞു, മത, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിരോധമില്ലയോ? ഞങ്ങൾ, നോട്ട് ആസ് ബട്ട് വി, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിരോധമില്ലയോ? കർത്താവിനെ അവര് എക്സ്ക്ലൂഡ് ചെയ്തു. കർത്താവിനെ അവർ മാറ്റിയിട്ട് പറഞ്ഞു, ഞങ്ങൾ നശിച്ചു പോകുന്നു. കർത്താവ് പറഞ്ഞു, ഹൗ കം? നിങ്ങൾ ഒറ്റയ്ക്കല്ലല്ലോ, ഞാനും ഇല്ല നിങ്ങളുടെ കൂടെ. ഐ ആം ആൾസോ വിത്ത് യു. ആമേൻ. എൻ്റെ കൂടെ യാത്ര ചെയ്തിട്ട് നീ നശിച്ചു പോകാനോ? നെവർ, നെവർ. This is a faith test. Every problem is a faith problem. Every financial problem is a faith problem. Every breakthrough problem is a faith problem. Amen? Because we don't have the right faith. Come on. അപ്പോൾ യേശു എഴുന്നേറ്റു കാറ്റിനെ ശാസിച്ചു, കടലിനോട് അടങ്ങിയിരിക്കാൻ പറഞ്ഞു. ആമേൻ. കാറ്റ് അടങ്ങും, കടൽ ശാന്തമുള്ളതായി. അവിടെ വലിയ ശാന്തതയുണ്ടായി. അവർ പറഞ്ഞു, വാട്ട് കൈൻഡ് ഓഫ് മാൻ ഈസ് ദിസ്? നിങ്ങളുടെ നെഞ്ചത്തോടൊന്ന് കൈവച്ച്. Put your hand on your chest. ഈ ദിവസങ്ങളിൽ നിങ്ങളെക്കുറിച്ച് ആളുകൾ, ഇന്ന് ഈ വചനം നിങ്ങൾ സ്വീകരിക്കുന്നെങ്കിൽ നിങ്ങളെക്കുറിച്ച് ആളുകൾ പറയും, ഈ എങ്ങനെ ഒരു മനുഷ്യനായത്, ഇങ്ങനത്തെ ഒരു ബ്രദറിനെ ഞാൻ കണ്ടിട്ടില്ലല്ലോ, ഇങ്ങനത്തെ ഒരു സിസ്റ്ററിനെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. അങ്ങനത്തെ ഒരാളായിട്ട് നിങ്ങൾ മാറാൻ പോകും. Did you receive that word? ഒരു പോഷനെ പോലെ നിങ്ങൾ ഈ വചനം സ്വീകരിക്കുന്നുണ്ടോ? കർത്താവ് എന്നെ പഠിപ്പിച്ച കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. What I have learned from the Lord that I am passing to you. ഇന്ന് രാത്രി നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്ന കർത്താവ് എന്നോട് പറഞ്ഞ, what kind of man is this? ഇതെന്തൊരു മനുഷ്യനായത് എന്ന് പറഞ്ഞാൽ, നിങ്ങളെ സാഹചര്യം പോലും നിങ്ങളുടെ വാക്കിനെ അനുസരിക്കുവാൻ റെഡിയായിട്ട് നിൽക്കുന്നു. പിന്നെയാണ് നിങ്ങളുടെ ശരീരം. നിങ്ങളുടെ ശരീരം രോഗത്തിനുള്ളതല്ല, നിങ്ങളുടെ ശരീരം ആരോഗ്യത്തിനുള്ളതാണ്. നിങ്ങളുടെ ശരീരം സൗഖ്യത്തിനുള്ളതാണ്. ലോങ് ലൈഫാണ്, സ്ട്രോങ് ലൈഫാണ്, ഹെൽത്തി ലൈഫാണ്. ആരെങ്കിലും രാത്രികാലം ഏതൊക്കെ രോഗത്താൽ ഭാരപ്പെടുന്നുണ്ടോ, ദാറ്റ് ഈസ് ടെമ്പററി. ഇന്ന് രാത്രിയിൽ സൂപ്പർ നാച്ചുറൽ പവർ നിങ്ങളുടെ മേൽ വരുന്നു. നിങ്ങളുടെ ആയുസ്, നിങ്ങളുടെ ദിവസങ്ങൾ, എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ ഡിക്ലെയർ ചെയ്തിരിക്കണം, ഐ എം സ്ട്രോങ്, ഐ എം ഹെൽത്തി, ഐ എം ഹോളി,
My life is for Jesus. I want to live for Him. I'm carrying a King of Kings and the Lord of Lords. അനേക രോഗത്തിന്റെ കഥ, മരുന്നിന്റെ കഥയൊക്കെ പറയും. Don't say all these things. Say by His stripes I'm healed. ഇന്ന് രാത്രിയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മെസ്സപ്പ് ആയിട്ടുണ്ടെങ്കിൽ രാത്രി ദൈവത്തിന്റെ വചനം നിങ്ങളെ ഹീൽ ചെയ്യുകയാണ്. You are not for sickness. You are for anointing. Amen. Amen. Now you are free. Your body is free. Your mind is free. അവര് ആശ്ചര്യപ്പെട്ടിട്ട് ചോദിച്ചു, എങ്ങനത്തെ മനുഷ്യനാണിത്? What kind of man is this? എങ്ങനത്തെ മനുഷ്യനാണിത്? ഈ കാറ്റും കടലും കൂടി ഇവനെ അനുസരിക്കുന്നല്ലോ. കർത്താവ് ചോദിച്ചു, where is your faith? By the way, where is your faith? ഞാൻ നിങ്ങളുടെ ഉള്ളിലിട്ട എൻ്റെ ആ ഫെയ്ത്തിനെ നിങ്ങൾ എന്ത് ചെയ്തു? രണ്ട് കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. നമുക്ക് we don't have much time. ഈ മണ്ഡലങ്ങൾ മുഴുവൻ നിങ്ങളുടെ മുമ്പിൽ തുറക്കാൻ ഞാൻ ആഗ്രഹിക്കാം. കർത്താവ് പറഞ്ഞു, where is your faith? നീ രക്ഷിക്കപ്പെട്ടപ്പോൾ, ഞാൻ നിന്റെ ഉള്ളിൽ വന്നപ്പോൾ, God kind of faith നിന്റെ ഉള്ളിലിട്ടത്. What are you doing with that faith? നീ എന്തുകൊണ്ട് ഞാൻ പറഞ്ഞ വാക്കിനോട് ചേർന്ന് സംസാരിക്കുന്നില്ല? The Lord is my shepherd and I shall not want. എൻ്റെ ജീവിതത്തിൽ ലാക്ക് വരത്തില്ല, ലിമിറ്റേഷൻ വരത്തില്ല, വന്നാൽ അത് നിൽക്കാൻ പറ്റത്തില്ല. Amen. I'm about to bless people. I'm about to heal people. All right. യേശു പറഞ്ഞു, നിങ്ങളുടെ വിശ്വാസം എവിടെ? അവര് വളരെ ഡിസപ്പോയിന്റ് ആയി. നിങ്ങൾ ശ്രദ്ധിക്കണേ, രണ്ട് യേശുവിനെ ഞാൻ പരിചയപ്പെടുത്താം. ആക്ച്വലി ശിഷ്യന്മാരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർ നോക്കിക്കൊണ്ടിരിക്കുന്ന ഫിസിക്കൽ ജീസസിനെയാണ്. ഞങ്ങളുടെ കൂടെ പടകിൽ ഇരിക്കുന്ന, ഉറങ്ങുന്ന, ഞങ്ങളുടെ കൂടെ അത്ഭുതം ചെയ്യുന്ന യേശുവിനെ മാത്രമേ ഇവർക്ക് പരിചയമുള്ളൂ. അപ്പൊ യേശു പറഞ്ഞു, യു ആർ സീക്കിംഗ് ഫിസിക്കൽ ജീസസ്. രൂപമാണ് അവരുടെ വിഷയം, ആ ശരീരമാണ് അവരുടെ വിഷയം. യേശു പറഞ്ഞു, ഇഫ് യു trust in this physical Jesus, this body will go in 3.5 years. 3.5 വർഷം കൊണ്ട് ഇത് നശിച്ചു പോകും. പക്ഷേ if you believe my word, that is spiritual Jesus. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വചനം ആത്മാവും ജീവനുമാകുന്നു. That is the spiritual Jesus. നിങ്ങൾ ആ വചനത്തെയാണ് മുറുകെ പിടിക്കുന്നെങ്കിൽ ഒരിക്കലും ആ വചനം മരിക്കത്തില്ല. Because you are seeking physical Jesus. നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ജഡത്തിലുള്ള യേശുവിനെയാണ്. That will go, that will perish. But the word which I have spoken to you, that are life and spirit. അത് ആത്മാവും ജീവനുമാകുന്നു, അതൊരിക്കലും മരിക്കത്തില്ല. പറഞ്ഞതിന്റെ ഉദ്ദേശം മനസ്സിലായോ? അക്കരയ്ക്ക് പോകുക എന്ന് പറഞ്ഞ ആ വാക്കുണ്ടല്ലോ, അതാണ് ആത്മാവും ജീവനും. കർത്താവ് പറഞ്ഞ ഓരോ വാക്കും ഉണ്ടല്ലോ, അതാണ് ആത്മാവും ജീവനും. അതിനെ മുറുകെ പിടിച്ചുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ ഒരിക്കലും പറ്റത്തില്ല. വെള്ളത്തിൽ മുങ്ങാൻ പറ്റത്തില്ല, രോഗത്തിൽ മരിച്ചു പോകത്തില്ല, തകർന്നു പോകത്തില്ല. ജീവിതത്തിൽ ഉയർച്ചയിൽ നിന്ന് നമ്മളെ താഴോട്ട് കൊണ്ടുവന്ന് എന്തൊക്കെ ഉണ്ടെങ്കിലും, എവിടൊക്കെ ആരൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും പിടിച്ചു വെക്കാൻ പറ്റത്തില്ല. ബിക്കോസ് യു ആർ ഹോൾഡിങ് ദ വേർഡ്സ് which is spirit and life. ഹല്ലേലൂയ. അതാണ് യേശു പറഞ്ഞത്. യേശു പറഞ്ഞു, യൂസ് യുവർ ഫെയ്ത്ത്. നിങ്ങളുടെ വിശ്വാസം ഉപയോഗിക്കുക. പ്രിയരെ, വിശ്വാസത്തിന് വളർച്ചയുണ്ട് കേട്ടോ. ഇത് ഉപയോഗിച്ചെങ്കിലേ വളരത്തുള്ളൂ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഉപയോഗിച്ചെങ്കിലേ ഇത് വളരുകയുള്ളൂ. എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഞാനൊന്ന് പറയാം, അതോടെ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ ഉപയോഗിക്കുന്നത് വാക്കുകൾ പറഞ്ഞുകൊണ്ടാണ്. പറഞ്ഞേ, വിശ്വാസം വളരണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ സാഹചര്യത്തെ നോക്കിക്കൊണ്ട് ദൈവം പറഞ്ഞ വാക്കുകളെ പറയണം. അതാണ് ദൈവത്തിന്റെ വിശ്വാസം. ഓരോ വചനവും ദൈവത്തിന്റെ വാക്കാണ്. ഓക്കെ Pastor, how long we go? It is 11:15 now in India. Huh? We'll go. How many of you want to go? Come on. Shall I pray now? Or you want to go more? നിങ്ങൾ ഇങ്ങനെ കാണിച്ചാൽ ഓക്കെ എന്നാ, ഇങ്ങനെ കാണിച്ചാലില്ല എന്നാണ്. ഏതാണ് നിങ്ങൾ പറയുന്നത് എനിക്കറിയത്തില്ല.
All right, all right, all right, all right. Let me go. Few more minutes, okay? Few more minutes, eh? Listen, 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 listen. Amen. Hallelujah. So faith എങ്ങനെ വളരുന്നേ? Faith വളരുന്നത് നിങ്ങൾ കർത്താവ് പറഞ്ഞ വാക്കിൽ അതിനെ എടുത്തുകൊണ്ട് അതിനോട് ചേർന്ന് സംസാരിക്കണം. അതുപോലെ സംസാരിക്കണം. അപ്പോൾ ഇത് മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും, വെളിപ്പെടുവാൻ തുടങ്ങും. 2, നമ്മൾ പ്രവർത്തിക്കണം. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പാസ്പോർട്ടിനോട് സംസാരിക്കണം. ബാങ്ക് അക്കൗണ്ടിനോട് സംസാരിക്കണം. പ്രവർത്തിക്കണം. യു ഹാവ് ടു ഡു സംതിങ്. ഫെയ്ത്ത് മീൻസ് യു ഹാവ് ടു ഡു സംതിങ്. ഗ്രേസിന് വർക്കൊന്നുമില്ല, ചുമ്മാ ഇരുന്നാൽ മതി. 5ാം ക്ലാസ് പഠിക്കുന്ന കൊച്ചിന് പോയി അവിടെ പോയി ജോലിയൊന്നും കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഗ്രേസ് അവിടെ ഇരുന്നോ. പക്ഷെ ഫെയ്ത്തിന് പ്രവർത്തിച്ചേ പറ്റത്തുള്ളൂ. ഫെയ്ത്ത് അവിടെ നിന്ന് ഇറങ്ങും, ജോലിയൊക്കെ അന്വേഷിക്കും, പോയി എവിടെ ഉണ്ടെന്നൊക്കെ എഴുന്നേറ്റൊക്കെ നടക്കും. അവിടെ നിൽക്കുന്നവരോടൊക്കെ കയറി വരാൻ പറയും. ദാറ്റ് ഈസ് ഫെയ്ത്ത്. ആമേൻ. അപ്പോൾ അടുത്തത് പ്രവൃത്തിയാണ്. ഹല്ലേലൂയ. പ്രവർത്തിക്കുന്നത് ഇന്ന് നിങ്ങൾ തീരുമാനം എടുക്കണം. എത്ര പേർക്ക് ഈ ഒരു ഫാസ്റ്റിംഗ് പ്രയർ നിങ്ങളുടെ ലൈഫിനകത്തിൽ വലിയൊരു മാറ്റമായിട്ട് മാറണമെന്ന് ആഗ്രഹമുണ്ട്? എസ്പെഷ്യലി ദി 17th ഡേ ഐ എം ടെല്ലിങ് യു, നിങ്ങളൊരു പടയാളിയായിട്ട് എഴുന്നേക്കാൻ പോവുകയാണ് ഈ രാത്രി. നിങ്ങളുടെ കുടുംബത്തിന്റെ വീണ്ടെടുപ്പുകാരനായിട്ട് എഴുന്നേക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഓക്കെ, ഞാൻ ഫെയ്ത്ത് വളരുന്നതിനെ കുറിച്ച് പറയാൻ തിരിച്ചു വരാം. എന്നാൽ ഒരു ഇൻസിഡന്റ് പറഞ്ഞിട്ട് വരാം. ദൈവം മോശയെ ഈജിപ്തിലേക്ക് അയക്കുമ്പോൾ ഈജിപ്തിലേക്ക് വിടുക. അന്നേരം ദൈവം പറഞ്ഞു, നീ അവിടെ പോയിട്ട്, അപ്പോൾ തീർച്ചയായിട്ടും ഫറോൻ ചോദിക്കും എന്താണ് ദൈവത്തിൻ്റെ പേരെന്ന് ചോദിക്കും, പേര് ചോദിക്കും. അപ്പോൾ പേര് ചോദിക്കുമ്പോൾ നീ പറയണം, ഐ ആം ദാറ്റ് ഐ ആം. ഞാനാകുന്നവൻ ഞാനാകുന്നു. ആ വചനം നിങ്ങൾക്കറിയാം. പക്ഷെ ഞാൻ എൻ്റെ ഒരു വെളിപ്പാട് നിങ്ങളോട് പറയാം. ഐ ആം ദാറ്റ് ഐ ആം. ഐ ആം ഹു ഐ ആം. ഐ ആം നമ്മുടെ നെഞ്ചത്ത് ഇങ്ങനെ കൈവച്ചിട്ട് ഐ ആം ദാറ്റ് ഐ ആം. ആ അയാമാണ് ഈ അയാം. ആ അയാമാണ് ഈ അയാം. ഐ ആം ദാറ്റ് അയാം. മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ പുറപ്പാട് ദിവസം 7-ാം അധ്യായം വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, മോശെ നിന്നെ ഞാൻ ഫറവോന് ദൈവമാക്കിയിരിക്കുന്നു. യു ആർ ഗോഡ് ടു ഫറോ. You are God to your situation. You are God to your situation. You are God. യോഹന്നാൻ 11:10-38 നിങ്ങൾ ദേവന്മാരാകും. You are gods. ദൈവത്തിന്റെ വചനം വന്നിട്ടുള്ളവരെ ദേവന്മാരെന്ന് വിളിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങൾ ഇരിക്കുമ്പോൾ you are God. You are God. I am that I am. അപ്പോൾ ഈ ദൈവത്തിനൊരു പേരില്ല. എൽ ഷദായ്, എലോഹീം, എൽ റോഹി, ഇതെല്ലാം ദൈവത്തിൻ്റെ കോമ്പൗണ്ട് നെയിംസ്. ദൈവത്തിൻ്റെ പേരുകൾ നമ്മൾ അറിയപ്പെടാൻ വേണ്ടി പറയുന്ന പേരുകളാണ്. ദൈവത്തിൻ്റെ ഒരു പേരില്ല. ഏതെങ്കിലും ഒരു വസ്തുവിനോ എന്തിനോ എങ്കിലും നിങ്ങൾ പേരിട്ടാൽ അത് ലിമിറ്റഡ് ആയി പോകും. ഐഫോൺ ലിമിറ്റഡ് ആണ്. ഐഫോൺ പോലെ ഐഫോണേ ഉള്ളൂ. ഐഫോൺ അത് ലിമിറ്റഡ് ആണ്. സാംസങ് ഫോൺ, ദാറ്റ്സ് എ പർട്ടിക്കുലർ ഫോൺ. ഏതിനെങ്കിലും നിങ്ങൾ പേരിട്ടാൽ അത് ലിമിറ്റഡ് ആണ്. അതുകൊണ്ടാണ് ദൈവത്തിന് പേരില്ലാത്തത്. പേരിട്ടാൽ അവൻ ലിമിറ്റഡ് ആയി പോകും. പേരിടാൻ പറ്റുന്നില്ല. നിങ്ങളുടെ പേരാ കർത്താവിൻ്റെ പേര്. നിങ്ങളുടെ പേരാ കർത്താവിൻ്റെ പേര്. Hallelujah. Now listen. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ വിശ്വാസം എങ്ങനെ വളരും? ചിലർക്ക് ഇച്ചിരിയേ ഉള്ളൂ വിശ്വാസം, പക്ഷെ നിങ്ങൾക്ക് അതിനെ വളർത്താം. ആമേൻ. നിങ്ങൾക്കതിനെ എങ്ങനെ വളർത്താം? നിങ്ങളുടെ വാക്കുകളിൽ കൂടെ അതിനെ വളർത്താം. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനിൽ കൂടെ വളർത്താം. നിങ്ങൾ പറയണം, ഞാനൊരു അനുഗ്രഹമാണ് എന്ന് പറയുമ്പോൾ സ്വർഗം മുഴുവൻ നിങ്ങളുടെ കൂടെയാണ്. സ്വർഗം മുഴുവൻ നിങ്ങളുടെ കൂടെ. Number 2, you can practically activate your faith by doing something. ചിലത് ചെയ്തുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തെ വളർത്തുവാൻ കഴിയും. ആമേൻ. ഞാൻ ഉദാഹരണം പറയാം. ഈ രാത്രിയിൽ പാസ്റ്റർ നേരത്തെ നിങ്ങൾ എന്നെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഞാൻ പ്രോസ്പെരിറ്റി വിശ്വസിക്കുന്ന ആളാണ്, പ്രോസ്പെരിറ്റി പഠിപ്പിക്കുന്ന ആളാണ്. ഐ ലിവ് ഇൻ പ്രോസ്പെരിറ്റി.
ഐ പ്രീച്ച് പ്രോസ്പെരിറ്റി. ദൈവം സമൃദ്ധിയാണ്, ദൈവം നന്മയാണ്, ദൈവം അനുഗ്രഹമാണ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയട്ടെ, കർത്താവ് നിങ്ങൾക്ക് രക്ഷ തന്നു. നിങ്ങൾ എന്താ തിരിച്ചു കൊടുത്തത്? എന്തെങ്കിലും തിരിച്ചു കൊടുത്തോ? കർത്താവ് നിങ്ങൾക്ക് സൗഖ്യം തന്നു. നിങ്ങൾ എന്തെങ്കിലും തിരിച്ചു കൊടുത്തോ? എന്തെങ്കിലും തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? നോ. വാട്ട് വിൽ ഗീവ് ബാക്ക്? വാട്ട് വി വിൽ ഗീവ് ബാക്ക്? നമുക്ക് എന്ത് തിരിച്ചു കൊടുക്കാൻ? വി കനോട്ട് ഗിവ് എനിത്തിങ്. ഓൺലി വി ക്യാൻ ഹോണർ ഗോഡ് വിത്ത് അവർ സബ്സ്റ്റൻസ്. ദൈവം തരുന്ന നന്മ കൊണ്ട് മാത്രമേ ദൈവത്തിന് നമുക്ക് പ്രസാദിപ്പിക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് ഹാബേൽ ദൈവത്തിന് കൈനേക്കാൾ ഉത്തമമായ യാഗം കഴിച്ചു. കൈൻ ഓഫേർഡ്, ഹാബേൽ ഓഫേർഡ് an excellent offering than Cain. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ കേരളത്തിൽ, നിങ്ങൾ ചുറ്റുപാടുകളിലെ കുടുംബങ്ങളിലെ ബന്ധങ്ങൾ അകന്നു പോയത്, അനേകർ നിങ്ങളോട് മിണ്ടാത്തത്, അനേകർ നിങ്ങളുടെ ശത്രുക്കളായി മാറിയത് പണം എന്നുള്ള ഒറ്റ വിഷയത്തിലാണ്. 1 രൂപയ്ക്ക് വേണ്ടി ഒരാളെ തല്ലിക്കൊല്ലുക. കർത്താവ് ഇതിനെക്കുറിച്ച് നന്നായിട്ട് വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത്, നിങ്ങൾ ദൈവത്തെ നിങ്ങളുടെ സബ്സ്റ്റൻസ് കൊണ്ട് ഓണർ ചെയ്യുകയാണെങ്കിൽ ദൈവം നിങ്ങളുടെ കളപ്പുരകളെ നിറഞ്ഞ് കറിമാറാക്കും. ഒരാമീൻ പറയാമോ? ഇന്ന് രാത്രി ഇത് പഠിപ്പിക്കാൻ സമയമില്ല, എങ്കിലും ഞാൻ ഒരു വാക്യം മാത്രം അങ്ങ് പറഞ്ഞുതരാം. ആമേൻ. മണി ഈസ് എനർജി. പണമെന്ന് പറയുന്നത് നമ്മുടെ ഊർജമാണ്. ഊർജം ദൈവത്തിന് കൊടുക്കണം. കൊടുത്തെങ്കിൽ മാത്രമേ ഊർജം മൾട്ടിപ്ലൈ ചെയ്യപ്പെടുന്നു. നിങ്ങൾ എന്ത് കൊടുക്കുന്നോ ദൈവം അതിനെ വർദ്ധിപ്പിക്കും. He will give back to you. ഒത്തിരി പേർക്ക് ജീവിതത്തിൽ ഇതൊരു കഠിനമായ വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ട് ഞാനിന്ന് പറയുന്നത് ശ്രദ്ധിച്ചേ. നിങ്ങൾ നിങ്ങളുടെ സബ്സ്റ്റൻസിനെ ഒരിക്കലും പിടിച്ചു വെക്കരുത്, അതിനെ വിതയ്ക്കണം. ചിലർ പറയാറുണ്ട്, ഞാനിത് പഠിപ്പിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ചിലർ നമ്മൾ ദൈവമക്കൾ മണ്ടന്മാരൊന്നുമല്ല. എൻ്റെ കയ്യിലിരിക്കുന്ന പൈസ എടുത്ത് ഞാൻ ദൈവത്തിന് കൊടുത്തു, അല്ലെങ്കിൽ എനിക്ക് ഒരു ഇതിന് ഞാൻ കൊടുത്തു, എനിക്കൊന്നും ജീവിതത്തിൽ ഒരു മാറ്റവും ഇല്ലെങ്കിൽ ഞാൻ പിന്നെ തിരിച്ചു കൊടുക്കത്തില്ല. നമ്മൾ മണ്ടന്മാരൊന്നുമല്ല. പക്ഷേ ഇത് കൊടുക്കുന്നവരുടെ ലൈഫിനകത്ത് വലിയ മാറ്റങ്ങൾ കണ്ടതുകൊണ്ട് അവർ വീണ്ടും കൊടുക്കുന്നു. അത് വിമർശിക്കുന്നവരൊക്കെ എന്തോ പറഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്ക് വിഷയമല്ല. നമ്മൾ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു, നമ്മളത് വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങളെ ഇന്ന് രാത്രി പ്ലാറ്റ്ഫോമിൽ വന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്, 2 കൊരിന്ത്യർ 9:10 ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരികയാണ്. ഈ വചനം പറയുന്നത്, വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിക്കുവാൻ ആഹാരവും നൽകുന്നവൻ നിങ്ങളുടെ വിതയെ നൽകി ഫലിപ്പിക്കും, നിങ്ങളുടെ നീതിയുടെ വിളവിനെ വർദ്ധിപ്പിക്കും. വിതയ്ക്കുന്നവനേ ദൈവം വിത്ത് കൊടുക്കത്തു. ഹല്ലേലൂയ. ഒരാമീൻ പറയുമോ? ബ്രദർ, നിങ്ങൾക്ക് ഒറ്റ ജീവിതമേ ഉള്ളൂ, നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാം കേട്ടോ. ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ വിതയ്ക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, എനിക്ക് ദൈവരാജ്യം അഡ്വാൻസ്ഡ് ആകണം, അതാണ് എൻ്റെ ലക്ഷ്യം. എന്നെ കൂടെ 1000 യേശുവിനെ അറിയണം. എനിക്കുള്ളതിൽ നിന്ന് ഞാൻ അങ്ങോട്ട് വിതയ്ക്കും. അടുത്ത പ്രാവശ്യം ദൈവം അതിനെ മൾട്ടിപ്ലൈ ചെയ്ത്, ഞാൻ ഇങ്ങനെ പറയുന്നു, 30, 60, 100. ആമേൻ. പക്ഷെ എല്ലാ വിത്തും ഒരുപോലെ അല്ല. ചില വിത്ത് ചെറുതാണ്, ചില വിത്ത് വലുതാണ്, ചില വിത്ത് കർത്താവിനെ അറ്റൻഷൻ പിടിച്ചെടുപ്പിക്കുന്നു. ഇഫ് യു ക്യാൻ ഷോക്ക് ഗോഡ്, then God will shock you. Have you ever shocked God? എപ്പോഴെങ്കിലും ദൈവത്തെ നിങ്ങൾ ഷോക്ക് ചെയ്തിട്ടുണ്ടോ ഈ വർഷം? എബ്രഹാം ഷോക്ക് ചെയ്തു. സ്വന്തം മകനെ കൊടുക്കാൻ പറഞ്ഞപ്പോഴേ മകനെ കൊണ്ടുവന്നു കെട്ടിവെച്ചപ്പോൾ ദൈവം പറഞ്ഞു, നോ, ഐ ക്യാൻ സീ ദിസ്. എനിക്കിത് കാണാൻ പറ്റത്തില്ല. നിന്റെ ഏക മകനെ ഞാൻ ചോദിച്ചപ്പോൾ നീ തരുമോ? ഐ നോ എബ്രഹാം, യു ആർ നോട്ട് മൈ സെർവന്റ്, യു ആർ മൈ ഫ്രണ്ട്. ഞാൻ 2 കാര്യം പറയാം. ഒന്ന്, നിങ്ങൾ കർത്താവിനോട് അടുത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് കർത്താവ് കേൾക്കും. നിങ്ങൾ കർത്താവിനോട് അകന്നിരിക്കുകയാണെങ്കിൽ കർത്താവ് പറയുന്നത് നിങ്ങൾ കേട്ടോണ്ട് പോക്കണം. നിങ്ങൾ കർത്താവിനോട് അടുത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയുന്ന കർത്താവ് കേൾക്കും. അതാണ് ദൈവം പറഞ്ഞത്, ഹി ഈസ് മൈ നോട്ട് മൈ സെർവന്റ്, ഹി ഈസ് മൈ ഫ്രണ്ട്. ഓ, എത്ര പേര് ആഗ്രഹിക്കുന്നു കർത്താവിന്റെ ഫ്രണ്ടായിട്ട് എനിക്കിരിക്കണം. Come on. പാസ്റ്റർ, എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? Are they all with me?
Where are they gone? You decide. It's your choice. Hallelujah. Abraham ദൈവത്തെ ഷോക്ക് ചെയ്ത് കളഞ്ഞു. പാപിനിയായ സ്ത്രീ യേശുവിനെ ഷോക്ക് ചെയ്ത് കളഞ്ഞു. പറഞ്ഞു വെയിറ്റ്. ഗോസ്പൽ പോകുന്നിടത്തെല്ലാം മോളെ നീ പോകും, നിന്റെ കുടുംബം പോകും. ആമേൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാം, 17 ദിവസം കർത്താവിന്റെ ദാസന്മാർ പലർ നിങ്ങളോട് സംസാരിച്ചു. പക്ഷെ ഇന്ന് രാത്രി ഞാൻ അവരിൽ നിന്നും വ്യത്യസ്തനാണെന്നല്ല പറയുന്നത്. എനിക്ക് അവരെക്കാളൊന്നും, ഞാൻ ആ അപ്പൻ്റെ മോൻ തന്നെ. ബട്ട് ഐ എം ടെല്ലിങ് യു സംതിങ്. നിങ്ങളുടെ കയ്യിൽ ഇന്ന് രാത്രി ഞാനൊരു മിറക്കിൾ സീഡ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. ആ സീഡ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നവർ വിതച്ചുകൊണ്ടിരിക്കണം കേട്ടോ. വലിയ സീഡ്, പിന്നെ ആ സീഡിനോട് ചേർന്ന് വലിയ സീഡ് വരും. ഈ വർഷം നിങ്ങൾക്ക് നിങ്ങൾ ചിന്തിക്കാത്ത ചാനൽസുകളെല്ലാം തുറന്നു വരുന്നത് കാണാൻ കഴിയും. അത് കാണണം കേട്ടോ. ഈ രാത്രി ഞാൻ പറയുമ്പോൾ നിങ്ങൾ കണ്ണുകൊണ്ട് അത് കാണണം. ഈ രാത്രി വചനം കേട്ടിട്ട് അത് നല്ല പ്രസംഗമായിരുന്നു എന്ന് പറഞ്ഞിട്ട് പോകാൻ അതൊന്നും അല്ല ആവശ്യം. നിങ്ങൾ പറഞ്ഞ യു ഹാവ് ടു എക്സ്പീരിയൻസ് ഇറ്റ് ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ വിഷ്വലൈസേഷൻ, ഇമാജിനേഷനും വിഷ്വലൈസേഷനും രണ്ടാണ്. ഇമാജിനേഷൻ നിങ്ങൾ ദൂരെയുള്ള കാര്യങ്ങളെ കാണുന്നതാണ്. വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ടച്ച് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അതിനെ തൊടാൻ പറ്റും, നിങ്ങൾക്ക് അതിനെ ഫീൽ ചെയ്യാൻ പറ്റും. സോ യു നീഡ് ടു ഹാവ് വിഷ്വലൈസേഷൻ. ആമേൻ. സംഭവിച്ചതൊക്കെ നിങ്ങൾ കണ്ടോണം. ഒന്നും നടന്നില്ലെങ്കിൽ ബ്രദർ, ഇന്ന് രാത്രി ദൈവം പറഞ്ഞതിനോട് നിങ്ങൾ ആമീൻ പറഞ്ഞോണം. അത് നിങ്ങൾക്കുണ്ടായിരിക്കും. കാരണം ഇറ്റ് ഈസ് there. Faith is the substance of things we hope for and the things which we do not see. നമ്മൾ കാണാത്ത കാര്യങ്ങളുടെ നല്ല ഉറപ്പാണ് ഫെയ്ത്ത്. ദൈവം പറഞ്ഞ വാക്ക് ഉള്ളതാണ്. ആ വാക്കുള്ളതാണെങ്കിൽ നിങ്ങൾ വിശ്വസ്ത കാര്യം ഉണ്ട്. ഇറ്റ് ഈസ് there. അപ്പോൾ 2 കൊരിന്ത്യർ 9:10 പറഞ്ഞിരിക്കുന്നു, വിതയ്ക്കുന്നതിന് വിത്തും ഭക്ഷിക്കുവാൻ ആഹാരം കൊടുക്കുന്ന ദൈവം നിങ്ങളുടെ വിതയെ നൽകി പൊലിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവിനെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ദൈവം നിങ്ങളുടെ ഹാർവസ്റ്റിനെ വർദ്ധിപ്പിക്കുന്നത് 30, 60, 100 എന്നൊരു കണക്ക് അവിടെ ഉണ്ടെങ്കിൽ ഞാനൊരു 100 എന്ന് പറയുന്നു. ആമേൻ. ആ 100 നിങ്ങൾ ദൈവം തരുന്ന സീഡ്, നിങ്ങളതിനെ ദൈവരാജ്യത്തിൽ വിതച്ചാൽ 100 മടങ്ങ്. ആ മടങ്ങ് ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വന്നിരിക്കും. ഇനി അടുത്ത് മാത്രമല്ല, ചിലരുടെയൊക്കെ കടങ്ങളൊക്കെ അതോടുകൂടെ എഴുതി അങ്ങ് പോകും. നിങ്ങൾക്ക് കടം മേടിക്കേണ്ടി വരത്തില്ല, നിങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കും. നിങ്ങൾക്കൊന്നിനും ചർച്ച ഒരു ആവശ്യം പറയുമ്പോൾ നിങ്ങൾ പറയും, ഞാൻ തരാം, ഫസ്റ്റ് ഐ വാണ്ട് ടു ഗിവ് യു. കൊടുക്കാൻ നിങ്ങൾ ക്യൂ നിൽക്കുന്നവരായി മാറണം. Man, you have to shock God. You have to shock God. Hallelujah. In the name of Jesus. അങ്ങനെയെങ്കിൽ amen, you are about to see the greatest move of God in your life. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മൂവ് നിങ്ങൾ കാണാൻ പോകുന്നു. അപ്പോൾ നമ്മൾ പ്രവർത്തിക്കുന്നതിൽ കൂടെ ഫെയ്ത്ത് വളരുന്നു, പറയുന്നതിൽ കൂടെ ഫെയ്ത്ത് വളരുന്നു. പ്രവർത്തിക്കുന്നതിൽ കൂടെ ഫെയ്ത്ത് വളരുന്നു, പറയുന്നതിൽ കൂടെ ഫെയ്ത്ത് വളരുന്നു. Hallelujah. I'm going to pray with you right now. ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. In the name of Jesus. കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഒരു ഫെയ്ത്ത് ആർമി ഈ രാത്രി എഴുന്നേൽക്കട്ടെ. ആമേൻ. നിങ്ങൾ കാര്യങ്ങളെ കാണുന്ന വ്യത്യസ്തമായിട്ടായിരിക്കും. കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ജീവിക്കാൻ കർത്താവ് തന്നിരിക്കുന്നതാണ് വിശ്വാസം. My righteous shall live by faith. ആ വിശ്വാസം എന്തുവാണ് നമ്മൾ കണ്ടു. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനം കർത്താവിന്റെ വചനമാണ്, വാക്കാണ്. ആ വാക്കിനെ മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ അത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും അത് പറയുകയും അതുപോലെ തന്നെ നിങ്ങൾ ആക്ട് ചെയ്യുകയും ചെയ്യുന്നെങ്കിൽ 100% ഈ പറഞ്ഞ വചനം നിങ്ങൾക്ക് വേണ്ടി സംഭവിക്കാൻ വേണ്ടി പോകും. അത് മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിലെ അനുഗ്രഹം, നിങ്ങൾക്ക് ദുഃഖം പറയാൻ സമയം ഉണ്ടാവത്തില്ല. നിങ്ങളുടെ ടെസ്റ്റ് മണി, ഇഫ് യു ടെസ്റ്റ് വിത്ത് മണി, ദാറ്റ് വിൽ ബിക്കം എ ടെസ്റ്റ് മണി. അത് ടെസ്റ്റ് മണി ആയിട്ട് മാറിയിരിക്കും. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. Come on, raise your hands. എല്ലാ കരങ്ങളും ഉയർത്തിക്കട്ടെ. I want to pray with you right now in the name of Jesus. I mean, all those who are speaking in tongues, I want you to raise your voice and speak louder. Amen. Don't be silent. Don't be silent. Come on, speak louder. Rikabata sikabara kabara. Alla barabala tenehendia. Oriba sikani diam tobo shakala rabala raba. Lintala barakala balaka baraka balaka baraka. Rabala 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 rabala. I'm speaking to a few people. I'm saying, the brother who is sitting in front of me, Brother Roy. Hey, Brother Roy, just listen. Brother, from where you are listening me? From Dubai? From Fujairah? From which part of the world? Fujairah. Fujairah. Amen. Hallelujah. See, when I'm speaking, കർത്താവ് നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ഭയങ്കര ഒരു സാക്ഷ്യമായിട്ട് മാറാൻ പോകുന്നു കേട്ടോ. In 3 days, അടുത്ത 3 ദിവസത്തിൽ നിങ്ങളുടെ ലൈഫിലെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് നിങ്ങൾ റെഡി ആയിക്കോ. ഓക്കെ,
Amen. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ബ്രേക്ക് ത്രൂവിനെ അയച്ചിരിക്കുന്നു. Just start rejoicing God. Yes, the Lord is changing your financial situation. You are coming out of lot of mess, and the Lord is yes connecting you with a very influential, powerful people in your life, so that you will become a testimony for the kingdom of God. That's what the Holy Spirit is speaking to you. Amen. Hey, Brother Rajan, God is healing your body. God is healing your body. I'm seeing a powerful healing is happening in your body in the name of Jesus. ശരീരത്തിൽ വലിയ സൗഖ്യത്തെ കർത്താവ് പകർന്ന് ഞാൻ കാണും. Amen. You're going to travel. You're going to travel. നിങ്ങൾക്ക് ചില മണ്ഡലങ്ങളിൽ യാത്രകൾ അടഞ്ഞു പോയിരിക്കുന്നു. ആ മണ്ഡലങ്ങൾ നിങ്ങൾക്കായി തുറക്കുന്ന ഞാൻ കാണും. Okay? God is opening doors for you in the name of Jesus. നിങ്ങളൊരു ഫെയ്ത്ത് ആർമിയുടെ ഭാഗമായിട്ട് മാറി ഞാൻ കാണുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കും, മിറക്കിൾസ് നടക്കും ബ്രദർ. നിങ്ങളുടെ നാവിൽ മിറക്കിൾസിന്റെ വാക്കുകളെ കർത്താവ് ഫില്ല് ചെയ്യുന്ന കാണും. In the name of Jesus. Amy Sebastian? Yeah. Are you from Fujairah? Yeah. You're from Fujairah? Yes, Pastor. Yes, Pastor. Listen to me, what the Holy Spirit says. You're carrying a Joshua anointing. Okay? You're carrying a Joshua anointing. And God has given you such a wisdom. Okay? I'm seeing you. You're standing with people in very power, people in position, people in power. Amen. Because of you, your family is going to see a lot of breakthrough. Amen. Lot of breakthrough. This Amen. Thomason family, the Lord is raising you as a part of an army. Jesus. Sister Menila, God is speaking to you. I'm seeing a list of prayer before you. You speak to the list of prayer, and that is going to move. Every mountain in before you. എല്ലാ മലകളും നീങ്ങി പോകുന്ന ഞാൻ കാണുന്നു. Amen. You're free. Amen. 24 hours. Amen. Get excited. Thank you, Jesus. Come on, keep praising God for a few seconds. Amen. Oh, Lord Jesus. I want you to declare with me. Hallelujah. കർത്താവേ, ഇന്ന് രാത്രിയിൽ നിന്റെ സൈന്യത്തിന്റെ ഭാഗമായിട്ട് എനിക്ക് നിൽക്കണം. I want to be part of that great army. I want to be part of the great army. Thank you, Jesus. Thank you, Jesus. Hallelujah. ഈ ഫാസ്റ്റിംഗ് പ്രയറിൽ ഈ 21 days അറ്റൻഡ് ചെയ്യുന്ന മക്കളോട് കർത്താവ് പറയുകയാണ്, യു ആർ ക്യാരിങ് എ മാന്റിൽ. നിങ്ങളൊരു മാന്റിൽ നിങ്ങൾ വഹിച്ചുകൊണ്ട് നടക്കാൻ പോകും. ആ മാന്റിൽ നിങ്ങൾ ഗ്ലോബിനെ ടച്ച് ചെയ്യുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആൻഡ് പവർഫുൾ പീപ്പിളാക്കി ദൈവം നിങ്ങളെ മാറ്റുകയാണ്. അമേൻ. ഞാൻ ഈ ദേവദാസൻ ഫാമിലിയോട് കർത്താവ് പറയാണ്, this ministry is a take off in your life. നിങ്ങൾ ഇന്ന് ചെയ്യുന്നതിലെല്ലാം വ്യത്യസ്തമായ കാര്യങ്ങളിലേക്ക് പോവുകയാണ്. ഇതുവരെ പോകാത്ത ലെവൽ വ്യത്യസ്തമായിട്ട് നിങ്ങൾ പോകുന്നത് ഞാൻ കാണും. You're going to be a testimony for so many people. In the mighty name of Jesus. In the mighty name. Father, in the name of Jesus, I pray for everyone participating in this meeting, Lord Jesus. I pray and I bless. Let your faith grow. Let them walk in that faith anointing. Let them walk in that abundance. I cancel every spirit of lack, limitation, and all scarcity. Get out and leave them right now. Father, let your love fill them, Lord Jesus. Let them rise up in faith and they speak
most important thing they're supposed to speak, Lord Jesus. Hallelujah. Let every dry bones in their life, Lord, let them have life. Let them get up from the valley as a mighty army for your kingdom. I pray and declare in the name of Jesus. Amen and amen and amen. So may God bless everyone. ഈ രാത്രി നിങ്ങൾ ബ്ലെസ്ഡ് ആയിരിക്കുന്നു വിശ്വസിക്കുന്നു.